അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇന്നത്തെ റമളാനിന്റെ ഒരു പകൽ കുറച്ചധികം വിജ്ഞാനങ്ങൾ നേടിയെടുക്കാനുള്ള നിയ്യത്തിൽ ഈ ഒരു ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയ്യത്തിനെയും ഒക്കെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കട്ടെ. നമ്മുടെ നോമ്പും ഇബാദത്തുകളും എല്ലാം അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലിബറലിസം എന്നുള്ള ഒരു വിഷയം, അതിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. എന്താണ് ലിബറലിസം എന്നും ആ ഒരു ലിബറൽ ചിന്താഗതികളും നിരീശ്വര ചിന്താഗതികളും ഒക്കെ എങ്ങനെയാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും, ആ ലിബറൽ ചിന്താഗതിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് എത്താമെന്നും എല്ലാം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ തീർച്ചയായിട്ടും വലിയ ആശങ്കാകുലർ തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിബറലിസം പോലുള്ള വിഷയങ്ങൾ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ മനസ്സിൽ വലിയ ആശങ്കകൾ വരണം. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേറെ ഏതോ രാജ്യത്തുള്ള ഏതോ സംഗതി അല്ല, അല്ലെ? നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിന്റെ തീന്മേശകളിലും വരെ ഉണ്ടായി വരുന്ന ഒരു വലിയൊരു സ്വഭാവ പ്രക്രിയയൊക്കെയാണ് ശരിക്കും ഈ ലിബറൽ ചിന്താഗതികളിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന ഒന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ കൺസേൺസ് ഉണ്ടാക്കുന്ന, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇപ്പോൾ ചാനലിൽ നമ്മൾ എന്നും വാർത്ത കാണാറുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട്, എം ഡിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമാവാറില്ല. പൊതുവെ നമ്മളൊന്ന് പരിതപിക്കും, അതിലപ്പുറം നമ്മൾ മേലേക്ക് എടുക്കാറില്ല, അല്ലെ? അത് എപ്പോഴാണോ നമ്മുടെ കുടുംബത്തിൽ അത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും നമ്മൾ അത്രയധികം അതിൽ ഇൻവോൾവ് ആവുക. അതുകൊണ്ട് ലിബറലിസം എന്നുള്ള വിഷയം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തെ അത്രമേൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിഹാരവും നമ്മൾ തീർച്ചയായിട്ടും അവലോകനം ചെയ്യേണ്ടതുണ്ട്. ലിബറൽ ചിന്ത ഞാനിപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് ലിബറലിസം നമ്മളിലേക്ക് വരിക, എന്താണ് അതിന്റെ ഒരു ഓപ്പണിംഗ്, എന്താണ് വാതിൽ, എന്താണ്. ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കാത്ത വളരെ നിസ്സാരമായിട്ട് നമ്മൾ കണ്ടിരുന്ന ചില കാര്യങ്ങൾ പോലും നമുക്ക് തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കാവുന്ന രൂപത്തിലുള്ള ചിന്താഗതികളായി മാറുന്നതിന്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ പുതിയ തലമുറയെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിലേക്ക് ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു ആശയധാര എന്നത്, അത് ഇസ്ലാം നമുക്കറിയാം. ഇസ്ലാമിനെ പുറമെ പല മതങ്ങളുണ്ട്, പല ആശയ സംഹിതങ്ങളുണ്ട്, പല കമ്മ്യൂണിസം പോലെയുള്ള പല ഇസങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് ലിബറൽ ചിന്താഗതികൾ തന്നെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ താന്തോന്നിത്തരം അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരമുള്ള ജീവിത രീതികൾ എന്നുള്ളത് തന്നെയാണ്. അത് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കണം, ആരും ഞങ്ങളോടൊന്നും ചോദിക്കാനോ പറയാനോ അരുതെന്നോ അതിരുകളെന്നോ ഞങ്ങളോട് പറയാൻ പാടില്ല എന്നുള്ള ഒരു സ്വതന്ത്ര ലോകം മാത്രം ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ നമുക്കിന്ന് കാണാൻ കഴിയും. ഇത് പുതിയ തലമുറയിൽ മാത്രം നിൽക്കുന്ന ഒന്നാണോ? അല്ല. ഇത് ഈ സംസാരം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നമ്മളിലേക്കും പലപ്പോഴും കടന്നു വന്നേക്കാം എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനത് പറഞ്ഞത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരെ ലിബറലിസത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിലയ്ക്കുള്ള പല ലാഞ്ചനകളും കടന്നു വന്നിട്ടുണ്ടാവും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് അത്രമേൽ നമ്മളെല്ലാവരും നമ്മുടെ പുതിയ കാല സംവിധാനങ്ങളുമായിട്ടൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത് ഉപയോഗിക്കുന്നുണ്ടാണ് ഈ ഒരു സൂം ലിങ്ക് നമുക്ക് കിട്ടുകയും നമ്മൾ ഇതിൽ കയറുകയും ക്ലാസ് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എന്തൊക്കെ വേറെ യൂട്യൂബ് ഉണ്ടോ, എല്ലാ ആപ്പുകളും ഒക്കെ യൂട്യൂബും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല, അല്ലെ? അത് അവിടെ ഓൾറെഡി ഉള്ളതാണ്. നിങ്ങളിത് കാണാൻ ബാധ്യസ്ഥരാണ് എന്ന നിലയ്ക്കാണ് നമുക്കൊക്കെ ഫോൺ തരുമ്പോൾ യൂട്യൂബ് എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇന്നിപ്പോ ഒരു ന്യൂസ് കണ്ടിരുന്നു, യൂട്യൂബിലെ കോടിക്കണക്കിന് വീഡിയോകൾ, യൂട്യൂബിൽ എത്ര വീഡിയോ ഉണ്ട് ഒരു കണക്കൊക്കെ വന്നിരുന്നു. അതിന്റെ എത്ര എത്ര 20 വർഷം എന്തോ ആയി തോന്നുന്നു യൂട്യൂബിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പൊ അത്രയും വീഡിയോകളുടെ ഒരു ഭയങ്കര ബേർഡൻ ഓഫ് ഇൻഫർമേഷൻ ശരിക്കും യൂട്യൂബിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഉപകാരമുള്ളതാണോ അല്ലാത്തതാണോ, നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നില്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഇന്ന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറയരുത്, നമ്മളെല്ലാം ഏതെല്ലാം നിലയ്ക്ക് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ മക്കളിലേക്കും ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം വളരെ വലുതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കുട്ടിയോട് ഞാനത്, ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഇത്തരം ലിബറൽ ചിന്തകൾ ഇത് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ.
നമ്മളേറെ അംഗീകരിക്കുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വേണം? അതിനുള്ള പരിഹാരങ്ങളിലേക്ക് നമ്മൾ വരണം, അല്ലേ? അപ്പോൾ ആശയപരമായ പരിഹാരങ്ങൾ നമുക്കുണ്ട്. ഇതിനൊക്കെ ഭയങ്കരമായ ആശയയുദ്ധം നമുക്ക് നടത്താം. അതായത് ഈ ചിന്താഗതികളൊക്കെ പറയുന്ന ആളുകളുമായിട്ട് ഒരു സംവാദമോ ഡിബേറ്റോ ഒരു ഓപ്പൺ ഡയലോഗോ ഒക്കെ നമുക്ക് സ്റ്റേജുകളിലോ പേജുകളിലോ ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അതൊരു പരിഹാരമാണ്. അത് നമ്മളെല്ലാവരും ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കുക. ഇതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ നേരിട്ട് പോയി അങ്ങോട്ട് ഇങ്ങനെ അഡ്രസ് ചെയ്ത് ഇങ്ങനെ പിന്നെ വെട്ടിവെച്ചിരുന്നതിനപ്പുറം നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വരാനുള്ള സാധ്യതകളെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ റമദാനിലാണ് ഉള്ളത്, അല്ലെ? പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പിന്നെ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാന വിഷയം എന്നുള്ളത് തഖ്വ തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അപ്പോ തഖ്വ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ തഖ്വയെ പറ്റി പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അൻ തജഅല ബൈനക്കും വബൈന മഹാരിമില്ലാഹ ഹാജിസ എന്നാണ് തഖ്വയ്ക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. ബൈനക്കും ബൈന മഹാരിമില്ലാഹ ഹാജിസ, നിങ്ങൾക്കും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾക്കും ഇടയിൽ ഹാജിസ, ഒരു വലിയൊരു മറ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോ മോശപ്പെട്ട ഹറാമുകളായ ഇത്തരം ചിന്തകൾ അടക്കം നമുക്ക് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിനിടയിൽ നമുക്കും അതിനുമിടയിൽ ഒരു വലിയൊരു മറ, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ഇടയിൽ ആ ഹറാമുകളായ കാര്യങ്ങൾക്കിടയിൽ വലിയൊരു മറ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെയും നമ്മുടെ വിഷയം അത്തരം വലിയ പ്രതിരോധ മാർഗങ്ങൾ, അസ്സൗമുജുന്ന, നോമ്പ് എന്നുള്ള ഒരു പരിചയമാണ്, ഒരു കവചമാണ്. അപ്പൊ അത്തരം വലിയ കവചങ്ങളും പ്രതിരോധങ്ങളും പിന്നെ പരിചയമൊക്കെ രൂപീകരിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഒരു സംസാരത്തിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പലരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഗൗരവത്തിൽ ഇത് പറയുന്നത്. ഇപ്പോ ഈ ഇടയ്ക്ക് ഒരു പിന്നെ കുട്ടി പിന്നെ ഒരു ടീച്ചർ പറഞ്ഞ ഒരു അനുഭവം പറഞ്ഞു കേട്ടു. അതായത് ആ ടീച്ചർ കുട്ടികൾക്കൊക്കെ പിന്നെ പരീക്ഷ പേപ്പർ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ്, പരീക്ഷാ പേപ്പർ വിതരണം ചെയ്തു. അതിലൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് ആരാവണം, ഭാവിയിൽ നിങ്ങൾക്ക് ആരാവണം എന്നാണ് കുട്ടികളോട് ചോദ്യം ചോദിച്ചത്. കുട്ടികളോട് എഴുതാൻ പറഞ്ഞു. 5 മാർക്കിന്റെ ഉപന്യാസമാണ്. അപ്പോ ചെറിയ പ്രായത്തിലെ കുട്ടികളാണല്ലോ, അതുപോലെ കുസൃതികളും കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി എഴുതിയ ഒരു ഉത്തരം എന്നുള്ളത്, എനിക്ക് എന്റെ ഉമ്മാന്റെ മൊബൈൽ ഫോൺ ആവണം. ഒരു കുട്ടി എഴുതിയ വിവരാണ്. അപ്പോ ഈ ടീച്ചർ വളരെ അത്ഭുതപ്പെട്ടു ഈ ഉത്തരം കണ്ടിട്ട്. പേപ്പർ ചെക്ക് ചെയ്തപ്പോ ഈ കുട്ടിയോട് വിളിച്ചു ചോദിച്ചു, അല്ല മോളെ, നിനക്കിപ്പോ എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? നിനക്ക് നിന്റെ ഉമ്മാന്റെ മൊബൈൽ ഫോൺ ആണെന്ന് വെച്ചാൽ നിനക്ക് ഏറ്റവും അധികം ആഗ്രഹം ഉമ്മയെ പോലെ, ഉമ്മയെ തീരെ കിട്ടാത്തത് കൊണ്ട് ഉമ്മയുടെ മൊബൈൽ ഫോൺ ആവണമെന്ന് പറയാൻ കാരണം അപ്പൊ ഉമ്മ അത്രയും പ്രശ്നക്കാരിയാണോ? നിന്നെ തീരെ നോക്കുന്നില്ലേ? അപ്പൊ നിന്റെ ഉമ്മയാണോ പ്രശ്നം, നിന്റെ ഉപ്പാക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ എന്ന നിലയ്ക്ക് ഉപ്പയെ പറ്റി ചോദിച്ചു. ഉമ്മയുടെ മൊബൈൽ ഫോൺ ആണെന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പൊ ഉപ്പ വളരെ ഉഷാറായിരിക്കും, ഉമ്മയാണല്ലോ ഈ കുട്ടിയെ നോക്കാത്ത പ്രശ്നം ഉണ്ടാവുക. അപ്പൊ ഉപ്പയെ പറ്റി ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, പിന്നെ ഉപ്പാനെ ഞാൻ കാണുക പോലും ചെയ്യാ, ഉപ്പാന്റെ ജോലിയും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ എപ്പോഴോ രാത്രി ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരും, ഉപ്പാന്റെ കാര്യം നോക്കി ഉപ്പാന്റെ പണി നോക്കി ഇപ്പൊ പോകും. ഇങ്ങനെ ഒരു ഉമ്മയും ഉപ്പയും കുട്ടികളെ കെയർ ചെയ്യുന്ന വിഷയത്തിൽ പലപ്പോഴും ശ്രദ്ധ കുറയുന്നു എന്നൊരു അനുഭവം ഈ ഇടയ്ക്ക് കേട്ടിരുന്നു. ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം, ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പരിതപിക്കാറുണ്ട്, അല്ലെ? നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, അവരുടെ സ്വഭാവത്തിലൊക്കെ ഭയങ്കരമായ മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടായി വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ ക്ലാസ് എടുത്ത് പോയാൽ മതി സാറേ, ഞങ്ങളെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് എന്ന് പല ഉമ്മമാരും പല ഇത്തരം ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പറയാറുണ്ട്. അതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ലിബറൽ ചിന്താഗതികളൊക്കെ അതിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഫാത്തിമാന്റെ വീട്ടിലും അപ്പുറത്തെ ആയിഷാന്റെ വീട്ടിലും ഒക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരിലും പൊതുവെ കാണപ്പെടുന്ന ഇത്തരം മാറ്റങ്ങൾ, ഇതിന് യഥാർത്ഥത്തിൽ പ്രതിരോധം തീർക്കാൻ നമ്മൾ നമ്മളിലേക്ക് ചില വായനകൾ നടത്തേണ്ടതുണ്ട്. ഈ കുട്ടി എഴുതിയ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നോക്കുങ്ങൾ, എന്റെ ഉമ്മാന്റെ മൊബൈൽ ഫോണായ മതി, ഉമ്മ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഈ മൊബൈൽ ഫോണിലാണ്. അപ്പൊ ഉമ്മാന്റെ മൊബൈൽ ഫോണാണ് ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും ഉമ്മാരെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഈ മൊബൈലായി മാറണം എന്ന് പറയാൻ ഒരു കുട്ടിയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മളിൽ ചില കറക്ഷൻസ് വരുത്തണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ആലോചിച്ച് തുടങ്ങേണ്ടത്. പരിശുദ്ധ ഇസ്ലാമി വിഷയത്തിൽ വളരെ സമഗ്രമായി തന്നെ പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ മക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കും എന്നൊക്കെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഒറ്റ ആയത്ത് നമുക്കറിയാം, നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്താണ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽമാലു വൽ ബനൂൻ, തീർച്ചയായും അൽമാൽ സമ്പത്തും, വൽ ബനൂൻ നിങ്ങളുടെ സന്താനങ്ങളും, സീനത്തുൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ അലങ്കാരമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്, അല്ലെ? സ്വാഭാവികമായിട്ടും അതെ, അല്ലെ? നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും ഒക്കെ നമുക്ക് വലിയ അലങ്കാരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതേ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന,
മറിച്ച് നോക്കൂ, ഖുർആൻ നേരത്തെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും സമ്പത്തും അലങ്കാരമാണെന്നാണ്. ഇവിടെ ഖുർആൻ പറയുന്നത് പിന്നെ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അപ്പൊ ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ആ മക്കളെ അലങ്കാരമായി കൊണ്ട് നടക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷണം കൂടിയായിട്ട് മാറാവുന്ന ആ മക്കളെയും സമ്പത്തിനെയും, അതിൽ മക്കൾ എന്നുള്ള വിഷയം നമ്മളിപ്പോൾ എടുക്കുന്നത്, ആ മക്കളെ നമുക്ക് ഒരു പരീക്ഷണത്തിൽ വിജയിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധയും താല്പര്യവും നമ്മുടെ ഒരു ചെറിയ പിന്നെ തിരുത്തലുകളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കം. ഇപ്പോ നിലവിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഇപ്പൊ അവർക്ക് പ്രശ്നം നമുക്ക് ആലോചിക്കാം അല്ലെ? എന്തൊക്കെ ഇപ്പൊ പുതിയ കാലത്തെ കുട്ടികൾ ഇപ്പോ നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലേ ഒരു ഉമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നു. ഇതൊന്നും ഉറക്കെ പറയാൻ കൂടി നമുക്ക് തോന്നുന്നില്ല അല്ലെ? പിന്നെ അല്ലെങ്കിൽ ഉപ്പയെ കുത്തി കൊന്നു, പിന്നെ സഹോദരിയെ പീഡിപ്പിച്ച പിന്നെ സഹോദരൻ 16 വയസ്സുകാരൻ 14 വയസ്സുകാരൻ എന്നൊക്കെയുള്ള വാർത്ത നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമുള്ള പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിയിലെ വാർത്ത കേട്ടു, വെഞ്ഞാറമൂടിലെ കൊലപാതകങ്ങൾ നമ്മൾ കേട്ടു. നമ്മളെല്ലാവരും തരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ? യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു വിഷയം ലിബറലിസവുമായി ബന്ധപ്പെട്ടതിന് വലിയ സ്വാധീനമുണ്ട്. ലിബറൽ ചിന്തകൾ കുട്ടികളുടെ മനസ്സിലേക്ക് കയറുമ്പോഴാണ് അവർ ഇത്തരത്തിൽ ഇഷ്ടമുള്ളതൊക്കെ കൊണ്ട് ചെയ്യാനുള്ള ഭയങ്കര ഒരു വയലൻസിനുള്ള ഒരു ത്വര അവർക്ക് ഉണ്ടാവുന്നത്. മറ്റു പല കാരണങ്ങളുണ്ട്. ഇപ്പോ പിന്നെ കുട്ടികൾക്ക് പൊതുവെ ഒരു ആഘോഷ ത്വര ഉണ്ട്. എന്തുകൊണ്ട് അടിച്ചു പൊളിക്കുക എന്നാൽ ഇപ്പൊ കുട്ടികൾ എല്ലാവരും വെക്കേഷൻ, പിന്നെ അവരെ എക്സാം സീസണിലായിരിക്കും ഉണ്ടാവുക. എക്സാം കൂടി കഴിയുന്നതോടുകൂടി മാർച്ച് മാസം അവസാനമാകുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ആഘോഷ സീസൺ ഉണ്ട്. എന്താണത്? സെന്റ് ഓഫ്. സ്കൂളൊക്കെ ഇപ്പൊ വാർഷികം കഴിഞ്ഞു, സ്കൂൾ ഡേ കഴിഞ്ഞു, വാർഷികം കഴിഞ്ഞു. ഇനി സെന്റ് ഓഫിലേക്കാണ് കുട്ടികൾ പോണത്. ആ സെന്റ് ഓഫിന്റെ അന്ന് ചെയ്തു കൂട്ടുന്ന കോപ്രായത്തരങ്ങളും കോമാളിത്തരങ്ങളും തോന്നിയവാസങ്ങളും അത് കണക്കില്ലാത്ത കാര്യങ്ങളാണ്. ഒരുപാട് പൈസ ഇങ്ങോട്ട് പൊടിച്ച് പിന്നെ കളർ വാരിത്തേക്കുന്നു, പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒന്നിച്ച് മിക്സായി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പലതും എറിയുന്നു, പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. പല രൂപത്തിലുള്ള തോന്നിയാസങ്ങൾ നമ്മൾ ഈ ഒരു സെന്റ് ഓഫിന്റെ സമയത്ത് വരെ കാണും. ഞാനിതിപ്പോ ഈ ഏറ്റവും അടുത്ത് വരാനുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെയൊക്കെ കുട്ടികളിൽ അവർക്ക് അങ്ങനെ അടിച്ച് പൊളിക്കണം, അവിടെ അർമാദിക്കണം, എന്തുണ്ടെങ്കിലും ആഘോഷിച്ച് തീർക്കണം എന്നൊരു ചിന്താഗതി കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി എന്ന് വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ്. ഞാനത് കൂടുതൽ നിങ്ങളോട് പറയണ്ട അല്ലെ? ലഹരി എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത് വേറൊരു ഏരിയയാണ് ലഹരി എന്നുള്ളത്. അതുപോലെ തന്നെ ലൈംഗികമായ ആഭാസങ്ങൾ ആലോചിച്ച് നോക്കൂ. പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ യാതൊരു വേർതിരിവും ഇപ്പൊ ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എന്താ ആൺകുട്ടി പെൺകുട്ടി ഒന്നിച്ചിരുന്ന് എന്താ ഉണ്ടാവും പോണ്? ആകാശം ഇടിഞ്ഞു വീഴോ എന്ന് കുട്ടികൾ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥ. അതിനൊക്കെ മറുപടി ഉണ്ട് അല്ലെ? എന്റെ ശരീരം എന്റെ അവകാശമാണ്, ഇപ്പൊ ഞാൻ എവിടെ പോകണം എവിടെ ഇരിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കാം. ഉമ്മയാരത് പറയാൻ എന്ന് ഉമ്മമാരോടും ഉപ്പമാരോടും തിരിച്ച് ചോദിക്കുന്ന കയർക്കുന്ന കുട്ടികൾ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞാൻ പറയും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ മക്കൾ നിലവിൽ അങ്ങനെ ആയിട്ടെങ്കിൽ ഇല്ലെങ്കിലും അവർ അത്തരത്തിലുള്ള ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ചിന്തിക്കുക എന്ന് വെച്ചാൽ ഈ ശബ്ദം കേൾക്കുന്നതിൽ മക്കളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്, മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോ ഇന്നത്തെ കുട്ടികളുടെ ഒരു ഭയങ്കരമായ അവസ്ഥയാണ്. കുട്ടികൾ മൊത്തം പിടുത്തം വിട്ട് പോയി കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി അവർ നോക്കുക വേണ്ട, അത് പുതിയ തലമുറയല്ല, അത് അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ആ തലമുറയെ പഴിക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പിന്നെ ഈ ലിബറൽ ചിന്തകൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വാധീനം നമ്മൾ പറഞ്ഞല്ലോ. ഇതൊക്കെ ഈ ഒരു കാലത്തിന്റെ പ്രശ്നമാണ്. ഈ കാലം മൊത്തം എങ്ങനെയാണ്, ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കാലം ഒരു കെട്ട കാലമാണ്, നശിച്ച കാലമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മാതാപിതാക്കളെ കാണാൻ കഴിയും. അതൊരിക്കലും ശരിയല്ല അല്ലെ? ഇനി ഈ കാലത്തെ പറ്റി പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാനുള്ളത്, 1980 മുമ്പ് ജനിച്ച ആളുകൾ, ഈ ശബ്ദം കേൾക്കുന്നതിൽ ഒരുപാട് ആളുകൾ, പിന്നെ പത്ത് നൂറോളം ആളുകൾ ഇതിലുണ്ട്. എല്ലാവരും പിന്നെ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും ഒരു 80 മുമ്പ് ജനിച്ച ആളുകളായിരിക്കാം. മാതാപിതാക്കളാവുന്നതുകൊണ്ട് തന്നെ 80 മുമ്പ് ജനിച്ച ആളുകൾ, അതിനുശേഷം ഉണ്ടാവാട്ടോ. അപ്പൊ 80 മുമ്പ് ജനിച്ച ആളുകളെ പറയുന്ന പിന്നെ ടേം എന്നുള്ളത് ജനറേഷൻ എക്സ് ആണ്. ജനറേഷൻ എക്സ് അവരുടെ തലമുറയെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. 80 ശേഷം 95 മുമ്പ് 96 മുമ്പ് ജനിച്ച ആളുകളെ ജനറേഷൻ വൈ എന്ന് പറയും. അതിപ്പോ ഏകദേശം ഒരു 30 വയസ്സിന് മുകളിലും 30-45 ഇടയ്ക്കുള്ള വയസ്സുള്ള ആളുകളാണെങ്കിൽ അവർ ജനറേഷൻ വൈ എന്നറിയപ്പെടും. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ തലമുറ, പിന്നെ 96 2012 ഇടയ്ക്ക് ജനിച്ച കുട്ടികൾ, ഇപ്പോഴത്തെ ഒരു കുട്ടികളായിട്ടുള്ള ഒരു 15-30 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ ജനറേഷൻ സെഡ് എന്ന് പറയും, അല്ലെങ്കിൽ ജെൻ സി എന്ന് പറയും. ഇപ്പോൾ ജനറേഷൻ എക്സ് കഴിഞ്ഞു, വൈ കഴിഞ്ഞു, സെഡ് കഴിഞ്ഞു. ഇനി ഏറ്റവും പുതിയ തലമുറ 2012 ശേഷം ജനിച്ച ഒരു 10-13 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആൽഫ ജനറേഷൻ ആണ്. ഓക്കെ, അപ്പോ ജനറേഷൻ എക്സ്, വൈ, സെഡ്, പിന്നെ ആൽഫ ജനറേഷൻ. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. 2025 ശേഷം ജനിച്ച കുട്ടികളൊക്കെ ബീറ്റ ജനറേഷൻ എന്ന് പറയാറുണ്ട്. ഇത് എന്താ ഞാൻ പറയാൻ കാര്യം എന്ന് അറിയുമ്പോൾ, ഇങ്ങനെ ഓരോ ജനറേഷനായി തരംതിരിച്ചിട്ടുള്ളതിന്റെ കാരണം എന്നുള്ളത് ടെക്നോളജിയുമായിട്ട് ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ജനറേഷൻ എക്സ് ഞാൻ പറഞ്ഞു, അതായത് ഇപ്പൊ ഒരു 45 വയസ്സിന് മുകളിലുള്ള ആളുകൾ, 80 മുമ്പ് ജനിച്ച ആളുകൾ, അവർക്കൊന്നും ശരിക്കും ടെക്നോളജിയുമായിട്ട് അത്രയധികം ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണ്? 80 മുമ്പൊന്നും ടെക്നോളജി അത്ര വളർന്നിട്ടില്ല.
സോഷ്യൽ മീഡിയയോ മൊബൈലോ കമ്പ്യൂട്ടറോ ഒന്നും അത്ര തന്നെ പ്രാബല്യത്തിലില്ല. എന്നാൽ അതിനുശേഷം 80-നും 95-നും ഇടയിലുള്ള ആളുകളൊക്കെ അവർക്ക് ഈ ടെക്നോളജിയുമായിട്ട് ഏകദേശം ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ടായി വരുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കാരണം ടെക്നോളജി ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം അവരും വളർന്ന ഒരു സാഹചര്യമാണ് അല്ലെ. ഇപ്പോ ഒരു കുറച്ച് മോഡേൺ ആയി ടി വി റേഡിയോ ഒക്കെ വന്നിങ്ങനെ കുറച്ച് പിന്നെ മുന്നോട്ട് പോകുന്ന അവരൊരു വളർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മൊബൈൽ ഫോണൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ ജനറേഷൻ വൈ എന്ന് പറയുന്ന ഒരു 30-45 പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ചിലപ്പോൾ സാങ്കേതിക വിദ്യ വളരുന്ന കാലത്ത് ജീവിച്ച ആളുകളാണ് അവർ. ഇനി അതിനുശേഷം ജനറേഷൻ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കൾ അല്ലെ. മക്കൾ ചിലപ്പോൾ കുറച്ചുകൂടി പ്രായം ഒരു 15-ന് മുകളിൽ വയസ്സുള്ള കുട്ടികളാണ് 15-30 ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്നത്. ആ കുട്ടികളൊക്കെ സ്മാർട്ട് ഫോൺ കൂടി ജനിച്ച ആൾക്കാരാണ്. മൊബൈൽ ഫോൺ അതായത് 2012 പിന്നെ മുമ്പ് ജനിച്ച 1996-നും 2012-നും ഇടയ്ക്ക് ജനിച്ച കുട്ടികൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ. മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവരും വലുതായി വരുന്നുണ്ട്. ഒരു സ്മാർട്ട് ഫോണിന്റെയും സ്മാർട്ട് ലോകത്തിന്റെ ഒക്കെ കൂടെയാണ് അവർ ജീവിച്ചു പോയിട്ടുള്ളത്. നന്നായി ടെക്നോളജി അറിയുന്ന ഒരു കൂട്ടം കുട്ടികളായിരിക്കും ഈ ജനറേഷൻ സെഡ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ചെറിയ ഇന്ന് ഒരു 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ, അവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക നിങ്ങൾ, തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് വരെ അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു തലമുറയ്ക്കും ഉണ്ടായിട്ടില്ല. ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളൊന്ന് കരഞ്ഞാൽ മൊബൈൽ കൊണ്ടേ കൊടുക്കും, സ്വാഭാവികമാണ് അല്ലെ. അവർ കരയുമ്പോൾ എന്താ കാണിച്ചു കൊടുക്കുക, മൊബൈൽ കാർട്ടൂൺ കാണിച്ചു കൊടുക്കും. ആ കാർട്ടൂണിൽ മ്യൂസിക് ഉണ്ടോ, ഹറാമായ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, പിന്നെ കാണാൻ പറ്റാത്ത കാഴ്ചകൾ ഉണ്ടോ, ഒന്നും അറിയില്ല. അതിന്റെ കണ്ടന്റ് എന്താ നമ്മൾ നോക്കാറില്ല. കുട്ടികൾക്കൊരു ആസ്വാദനം അല്ലേ. ചെറിയ പ്രായത്തിൽ ഒരു മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയത്തൊക്കെ നമ്മൾ മൊബൈൽ കാണിച്ചാണ് ആ കുട്ടികൾ വളർത്താറുള്ളത്. അപ്പൊ അങ്ങനെ വളർന്നു വന്ന ഒരു തലമുറയാണ് ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് തലമുറ. പിന്നെ ഇപ്പോ പിന്നെ ഒരു AI-യും റോബോട്ടിക്സും ഒക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു തലമുറ കൂടിയാണ് അവർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ തലമുറയിലെ മാറ്റങ്ങൾ നമ്മൾ പറയാറുള്ളത് ഈ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളെ പറ്റിയാണ്. എന്നാൽ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വളർന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ചില പഠനങ്ങൾ പറയുന്നത് അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. ആൽഫ ജനറേഷൻ നമ്മുടെ പ്രശ്നം അവരാണല്ലോ. ഇപ്പോഴത്തെ ഒരു തലമുറ ഈ കൊലപാതകങ്ങളും മറ്റൊക്കെ നമ്മൾ നടന്നു വരുന്ന ചിന്താഗതി വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന, എല്ലാ ട്രെൻഡുകൾക്കും പിറകെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്ന, ഉമ്മയെ അനുസരിക്കാത്ത ഉപ്പയെ അനുസരിക്കാത്ത, ഞാൻ പറയുന്നത് ഇതൊക്കെ എല്ലാ കുട്ടികളും ഇങ്ങനെ ആണ് എന്നതല്ല കേട്ടോ. മറിച്ച് കുട്ടികൾ പൊതുവെ കാണപ്പെടുന്ന ഒരു സ്വഭാവത്തെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയണം. ഈ ജനറൽ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതിന് ഒരു കാരണം എന്താണ്, അവർ ഈ പറഞ്ഞ രൂപത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയുടെ ഒപ്പം തന്നെ വളർന്നു വരുന്ന, അതായത് നമ്മൾ കാണുന്ന ഒരു കുടുംബ പശ്ചാത്തലമല്ല ആ കുട്ടികൾക്ക് ഉണ്ടായി വരുന്നത്. ഇപ്പൊ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്ന ആളുകളായിരിക്കും മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവുക അല്ലെ. തൊട്ടപ്പുറത്ത് ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഉള്ള, പല പാഠങ്ങളും ജീവിതത്തിൽ വളരുന്ന സാഹചര്യത്തിൽ പഠിച്ച ആളുകളായിരിക്കും. എന്നാൽ ഈ കുട്ടികൾ അങ്ങനെയല്ല. അവരുടെ മൊബൈൽ ഫോണിലും റീലിലും സോഷ്യൽ മീഡിയ പിന്നെ ചാറ്റുകളും ഒക്കെ കാണുന്നത് എന്താണോ അത് കണ്ട് വളരുന്ന, അതാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കുന്ന ഒരു റിയൽ ലൈഫിലൂടെ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ ആൽഫ ജനറേഷൻ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നോക്കി കാണേണ്ടതിന്റെ രീതിയും വ്യത്യസ്തമാണ്. ഒരിക്കലും ഈ പുതിയ കാലത്തുള്ള നമ്മൾ കുട്ടികൾ, ഈ വളർന്നു വരുന്ന കുട്ടികളെ ഒരിക്കലും നമുക്ക് പഴിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ അവർ വളരെ മോശക്കാരാണ്. ഇത് പറയാൻ 2-3 തരത്തിലുള്ള രക്ഷിതാക്കളുണ്ട്. 3 തരത്തിലുള്ള രക്ഷിതാക്കൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ രക്ഷിതാക്കൾ എന്നുള്ളത് ഭയങ്കര നെഗറ്റീവാണ് കുട്ടികളെ പറ്റിയിട്ട്. കുട്ടികളെ പറ്റി ഭയങ്കര നെഗറ്റീവ്. ഞാൻ അവനോട് കുറെ തവണ പറഞ്ഞു നോക്കി, അത് ചെയ്യരുത്, എടാ എന്റെ മുടി എന്താ അങ്ങനെ ക്രോപ്പ് ആക്കി വെച്ചിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ ചെത്താൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ പിന്നെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ചില ഉമ്മമാര് പറയുന്ന വർത്താനാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ ശകാരിച്ചിട്ട് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ അങ്ങനെയാണ്, നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് പല ശാപവാക്കുകളും കുട്ടികൾ പറയുന്ന ഇന്നത്തെ തലമുറ മൊത്തം ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെ കാണാൻ കഴിയും. രണ്ടാമത്തെ കൂട്ടം രക്ഷിതാക്കള് അവർ ഇതിന് നേരെ വിപരീതമായിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. എന്ത് പറഞ്ഞാലും എന്റെ കുട്ടി ഒന്നും അങ്ങനെ ചെയ്യില്ല, എന്റെ കുട്ടി വളരെ ഉഷാറാ, ഈ പറഞ്ഞ ലിബറലിസവും പിന്നെ ആഘോഷവും ഇതൊന്നും എന്റെ കുട്ടിക്ക് വേണ്ട, അവനൊക്കെ 5 വക്ത് നിസ്കരിക്കുന്ന കുട്ടിയാ, അപ്പൊ എല്ലാ നോമ്പും നോറ്റിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടിയാണ്, അവനൊക്കെ അങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കണേ ഇല്ല എന്ന് പറയുന്ന ഒരു ഓവർ കോൺഫിഡൻസിലെ പിന്നെ രക്ഷിതാക്കളെയും കാണാൻ കഴിയും. മൂന്നാമത്തെ കൂടെ രക്ഷിതാക്കളുണ്ട്, അവരെ ഇതിന്റെ ഇടയിലാണ്. അതായത് അവർ ചിന്തിക്കുന്ന വെച്ചാൽ ഞാൻ എന്റെ കുട്ടിയെ കൊടുക്കേണ്ട എല്ലാം കൊടുത്തു. അതായത് ഒരു 13 വയസ്സ് വരെ നമ്മൾ ഒരു 9ാം ക്ലാസ് വരെ ഞാൻ അവനൊരു മദ്രസ വിദ്യാഭ്യാസം കൊടുത്തു എല്ലാ മദ്രസ പാഠങ്ങളും ദീനിന്റെ പാഠങ്ങളൊക്കെ ഞാൻ പകർന്നു കൊടുത്തു. ഇനി അവന്റെ ഇഷ്ടമാണ്, ഇനി അവളുടെ ഇഷ്ടമാണ്, അവനോട് എല്ലാ ബേസിക് കാര്യങ്ങളും ഞാൻ കൊടുത്തു, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി അവളാണ് അവരുടെ ജീവിതമാണ്, നമ്മൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കൂട്ടം രക്ഷിതാക്കളെയും കാണാൻ പറ്റും. ഇത് മൂന്നും തെറ്റാണ് അല്ലെ. കുട്ടികളെ അന്ധമായിട്ട് ആക്ഷേപിക്കാൻ നമ്മൾ പാടില്ല. രണ്ടാമത്തെ കാര്യം, അവരെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല സാറേ എന്ന് പറയുന്ന, ഇപ്പൊ സ്കൂൾ മൊത്തം ലഹരി ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളിൽ 22 കുട്ടികൾ ലഹരി പിടിച്ചു എന്ന് പറഞ്ഞാലും, പിന്നെ അവരെ ഉപയോഗിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാലും എന്റെ കുട്ടി ഒന്നും ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല, ബാക്കി 8 ആളുണ്ടല്ലോ ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ള രക്ഷിതാക്കൾ, ഇതും പാടില്ല അല്ലെ. മൂന്നാമത്തെ കാര്യം എന്താണ്, പിന്നെ ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തു, ഞാൻ അവന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ, ഇതും പാടില്ല. അപ്പോ ഇത് മൂന്നും അല്ലാത്ത ഒരു മാതൃകാ പാരന്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ അവരിൽ ഈ പറയുന്ന, നമ്മൾ പറയുമ്പോ രക്ഷിതാക്കൾ പറയുന്ന സാധനമാണ്, പറഞ്ഞ അനുസരിക്കുന്നില്ല, അവൻ വളരുന്നുണ്ട് പക്ഷെ വളയുന്നില്ല.
വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതിനനുസരിച്ച് വളഞ്ഞു തരുന്നില്ല. അതനുസരിച്ച് ഒരു മാറ്റം അവർക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് നമ്മുടെ കുട്ടികൾ ജീവിച്ചു വരുന്ന സാഹചര്യം എന്നുള്ളത് വ്യത്യസ്തമാണ്. ഓരോ കുട്ടികളും അവർ കാണുന്ന പിന്നെ അവരുടെ ലോകത്തുള്ള അവരുടെ ചർച്ചകളും ആ കുട്ടികൾക്കിടയിലുള്ള സംസാരങ്ങളും ഒക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് പോണത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവരുടെ ജീവിത സാഹചര്യത്തെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. ഒരിക്കലും നമ്മൾ വളർന്ന സാഹചര്യത്തിലല്ല നമ്മുടെ കുട്ടികൾ വളരുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ സംസാരം കേൾക്കുന്ന രക്ഷിതാക്കളിൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. മൊബൈൽ ഫോണാണ് കുട്ടികൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും പറയാറുള്ളത്. ഇപ്പൊ ചില ഉമ്മമാരൊക്കെ കുട്ടികളോട് ചോദിക്കുക, ഞാൻ കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ചോദിക്കുന്നതാണ്, പിന്നെ മക്കളെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ ഇപ്പൊ ഉപദേശം മൊത്തം തന്ത വൈബായിട്ടാണല്ലോ കാണുന്നത്. അത് ഉപദേശിക്കുന്നതൊക്കെ തന്തകൾ പറയുന്ന പ്രായമുള്ള ആൾക്കാർ പറയുന്ന ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് തന്ത വൈബാണ്, ഞങ്ങൾ പുതിയ ജനറേഷനാണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ കുട്ടികളോട് ഉപദേശത്തിന്റെ കാര്യം ചോദിച്ചു, എന്താ ഉപദേശങ്ങൾ ഏറ്റവും കേൾക്കാറുള്ള ചോദിച്ചു. അപ്പൊ ആൺകുട്ടികൾ ഭൂരിഭാഗം പറയാം, പിന്നെ ഉമ്മ എപ്പോഴും പറഞ്ഞ ഉപദേശം, എടാ ഫോൺ എടുത്ത് വെക്കടാ, കുറെ നേരമല്ലേ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണു, എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി, എന്താ എടുത്തു വെക്കാത്തത്, ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഫോണിന്റെ പേരാണ് ദേഷ്യപ്പെടുക. പെൺകുട്ടികളാണ് കൂടുതൽ കേൾക്കാറുള്ളത്, എടി പഠിക്കാൻ നോക്കടി, പിന്നെ പിന്നെ വെറുതെ ഇങ്ങനെ ഉറങ്ങി നടക്കാതെ വൃത്തിയില്ലാതെ നടക്കാതെ പഠിക്കാൻ നോക്കി കുത്തിരുന്ന് ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് പെൺകുട്ടികൾ ഏറ്റവും നേരിടുന്ന ഒരു ഉപദേശം എന്ന് പറയാറുള്ളത്. ഇനി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലോ, പിന്നെ അവിടെ അധ്യാപകരായ ആളുകൾ പറയാറുള്ളത്, എടാ മിണ്ടായിരിക്കടാ, സംസാരിക്കരുത്, മിണ്ടാതിരിക്കണം എന്നുള്ള ഉപദേശമാണ് സ്കൂളിൽ എപ്പോഴും. ഇതിങ്ങനെ ഞാൻ പറഞ്ഞ ഈ കുട്ടികൾക്ക് ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞ് ഈ ഉപദേശത്തെ അതിനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് മടുപ്പുണ്ടാവും, സ്വാഭാവികമാണ്. ഞാൻ പറയാൻ കാരണം, കുട്ടികൾ ഇന്ന് വളർന്നു വരുന്ന സാഹചര്യം എന്നുള്ളത് വ്യത്യസ്തമാണ്. അവർ കാണുന്ന കാഴ്ചകൾ, അവർക്കിടയിലെ ചർച്ചകൾ, അവർ കാണുന്ന റീലുകൾ, ഷോർട്സുകൾ, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആ ലോകവും ഒക്കെ, അതിൽ കാണുന്ന ഇത്തരം തിന്മകളുടെ കാഴ്ചകളും ആ ലോകവുമാണ്. എല്ലാവരും ആഘോഷത്വരയിൽ ജീവിക്കുമ്പോൾ കുട്ടികൾ എന്താ ചിന്തിക്കുക, ഞങ്ങൾ അതുപോലെ ജീവിക്കണം, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതിന്റെ കൂടെ കൂടിയ നമ്മളും പുരോഗമിച്ച് നടക്കും. അതല്ല, നമ്മൾ അതിന് മാറി നിൽക്കുന്നുവോ, നമ്മൾ വളരെ പ്രാകൃതരായി മാറും എന്നാണ് ഈ കുട്ടികൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഞാൻ സംസാരിക്കാൻ താടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ താടി വെച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്താണ്, ഈ താടി വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് എത്ര വലിയ ഡോക്ടർ ആവട്ടെ, IAS ഓഫീസർ ആവട്ടെ, താടി വെക്കുക എന്നുള്ളത് അത് പ്രവാചകന്റെ സുന്നത്താണെന്നുള്ള ബോധ്യം നമുക്ക് വരുന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക്, അവർക്ക് ഒരുപക്ഷെ ഇത് അറിയാം, പക്ഷെ ആ ബോധ്യം കിട്ടിയിട്ടില്ല. ആ ബോധ്യം കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ? അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ഇതിനൊക്കെ ഭയങ്കര മോശമായിട്ട് കാണുന്നു. അതൊക്കെ പിന്നെ കുറെ പ്രാകൃതരായ ആൾക്കാരുണ്ടാക്കുന്നതാണ്. നീ അതുപോലെ ഒന്നും പോരുത്, നീ പുതിയ കാലത്തെ ജനറേഷനാണ്, ആൽഫ ജനറേഷനാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു നെറേറ്റീവാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ, അപ്പൊ കുട്ടികൾ ഡയറക്റ്റ് കുറ്റം പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. മറിച്ച് എന്ത് വേണം, കുറ്റം പറയരുതെന്നല്ല കേട്ടോ, ആവശ്യമുള്ള സമയത്ത് ശകാരിക്കണം, തല്ലണം ഒക്കെ ചെയ്യണം. പക്ഷെ അവർ നിരന്തരം കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് മാത്രം നമ്മൾ ഒഴിവാക്കണം. മറിച്ച് അവരുടെ സാഹചര്യങ്ങൾ കൂടി പ്രതികളാണ് എന്ന കാര്യമാണ് നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ടത്. ഒരു പക്ഷേ ഈ സംസാരിക്കുന്ന ഇപ്പൊ ഫോൺ ഭയങ്കര പ്രശ്നമായിട്ട് പറയണ്ടല്ലോ രക്ഷിതാക്കള്. നമ്മുടെ ഉമ്മമാരെല്ലാരും കുട്ടികളുടെ ഫോൺ ഉപയോഗം ഭയങ്കര കൂടുതലാണ് പ്രശ്നം പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മളാണ് ഈ കുട്ടികളുടെ സ്ഥാനത്ത് ഇപ്പൊ 10 വയസ്സ് പ്രായമുള്ള കുട്ടിയായി നിൽക്കുന്നെങ്കിൽ നമ്മളും ഇതുപോലെ ഫോൺ ഉപയോഗിക്കും. നമ്മളും ഇതുപോലെ ഫോൺ ഉപയോഗിച്ച് ഫോൺ ഒരു അഡിക്ഷൻ ആവുന്ന സാഹചര്യം നമ്മളും ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ പറയാൻ കാര്യം, ഇത് ഈ സാഹചര്യം മൊത്തം ഇങ്ങനെ ആയതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആവുന്നത്. അപ്പൊ ഇതിന് അർത്ഥം എല്ലാ കുട്ടികളും അങ്ങനെ ആണെന്നല്ല. ഞാൻ പറയാം, ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സാഹചര്യങ്ങൾക്കാണെന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടായിരിക്കണം അവരെ ഉപദേശിക്കേണ്ടതും ശകാരിക്കേണ്ടതും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, മക്കളെ വളർത്തുക എന്ന കാര്യത്തിൽ, പിന്നെ പാരന്റിങ് എന്ന കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള PhD നേടേണ്ട ആളുകൾ നമ്മളൊക്കെ. നമ്മളെല്ലാവരും പിന്നെ സ്കൂൾ പഠനമൊക്കെ നമ്മൾ നേരത്തെ നിർത്തിയിട്ടുണ്ടാവും അല്ലെ? ആ പഠനം നിർത്തിയ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ പഠനം നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തുക എന്ന ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് നന്നായി പഠിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം കുട്ടികളിലേക്ക് എത്തേണ്ടത്. അല്ലെങ്കിൽ വലിയ പരിക്കുകൾ അതിലുണ്ടാവും. ഓരോ കുട്ടിയെയും വളർത്തുക എന്നത് ഓരോരോ സാഹചര്യമാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയാറുണ്ട്. നമ്മളെല്ലാവരും ചായ വെക്കുന്നവരാണ് അല്ലെ? ഈ നോമ്പിന്റെ സമയത്തൊക്കെ എന്തായാലും നമ്മൾ 2 നേരമൊക്കെ ചായ വെക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ വെക്കുന്ന ചായ ഒരുപോലെ ആവാറുണ്ടോ? നമ്മൾ കൊണ്ടുകൊടുക്കുന്ന ആ ചായ ഒരു ഗ്ലാസ് കുടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഭർത്താവോ നമ്മുടെ കുട്ടികൾ പറയും, "ഉമ്മ ചായ ഭയങ്കര ലൂസായല്ലോ, കുറച്ചുകൂടി പാൽ ഒഴിച്ചുകൂടി നിങ്ങൾക്ക്." പിന്നെ ചിലപ്പോൾ പറയും, "ഉമ്മ കുറച്ചുകൂടി മധുരം ഇട്ടൂടെ, എന്ത് ഈ മധുരം ഇടാതെ ചായ കൊണ്ടുവരുന്നത്, പിന്നെ ഇതെന്താ ഇങ്ങനത്തെ പിന്നെ ഒരു പിന്നെ പാലൊക്കെ ആകെ തിളച്ച് മറിഞ്ഞ പോലെ ഉണ്ടല്ലോ, അടി കരിഞ്ഞ പോലെ ഉണ്ടല്ലോ." ഇങ്ങനെ പല കമന്റുകളായിരിക്കും ചായക്ക് ഓരോ ദിവസവും ഉണ്ടാവുക അല്ലെ? ആലോചിച്ച് നോക്കൂ. നോമ്പ് 1 മുതൽ ഇന്നിപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ 9, 10 ദിവസമായി അല്ലെ? ഇത്രയും ദിവസത്തെ ചായകളിൽ ഓരോ ദിവസത്തെ ചായയും വ്യത്യസ്തമല്ലേ? ആണ്. ഒരു ദിവസത്തെ ചായയും മറ്റൊരു ദിവസത്തെ അതുപോലെ തന്നെയുള്ള ചായ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ? കുറവാണ്. അതിന്റെ കാരണം എന്താ? നോമ്പ്. നിങ്ങൾ ചായ ആലോചിച്ച്, ചായയിൽ ഇടുന്ന എല്ലാവർക്കും ഉള്ള അളവ് നമുക്കറിയാം. 5 ഗ്ലാസ് വെള്ളമായിരിക്കും, 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു, ആവശ്യമുള്ള പാൽ ഒഴിക്കുന്നു, ചായപ്പൊടി ഇടുന്നു, പഞ്ചസാര ഇടുന്നു, പിന്നെ ആവശ്യം ചൂടാക്കുന്നു. ഇത് എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന അളവൊക്കെ ഒന്നാണ്, ചൂടാക്കുന്ന സമയം ഒന്നാണ്.
പിന്നെ ഇടുന്ന പാലിന്റെ അളവ് ഒന്നാണ്, ചായപ്പൊടിയുടെ അളവ് ഒന്നാണ്, പഞ്ചസാരയുടെ അളവ് ഒന്നാണ്, കൊണ്ടുപോയി വെക്കുന്ന സമയം ഒന്നാണ്. ഇതൊക്കെ ഒരേപോലെ നിന്നിട്ട് പോലും ചായ വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാവുന്നത്. ഒരു ചായയിൽ പോലും ഇത്രയധികം വ്യത്യസ്തത ഉണ്ടാവുമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വ്യത്യസ്തത ഉണ്ടാവില്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ മൂത്ത കുട്ടിയെ പോലെയല്ല താഴെയുള്ള കുട്ടി. വ്യത്യസ്തത ഉണ്ട്. അതെന്തുകൊണ്ടാ? ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണെന്നുള്ളതാണ് അല്ലെ കാരണം. അതുകൊണ്ട് ഓരോ കുട്ടിയെയും നോക്കുന്ന കാര്യത്തിലും നമ്മളും വ്യത്യസ്തമായി തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ വലിയ പരിക്കുകൾ ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ, ഇപ്പൊ 3 കുട്ടികൾ നമുക്ക് ഉണ്ട് വിചാരിക്കാം. 3 കുട്ടികളോടും ഒരേപോലെ ഒരു സാധനം നമ്മൾ ആക്ഷൻ ചെയ്യാൻ വേണ്ടി പറയാണ്. എടാ പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു ഉദാഹരണം നമ്മൾ പറയും. ഇപ്പൊ കടയിൽ പോടാ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയാ ആരോടായിരിക്കും? മൂത്ത കുട്ടിയോടായിരിക്കും അല്ലെ? മൂത്ത കുട്ടി എന്ന് പറയും, ആ അനിയൻ പോട്ടെ, മറ്റേ അനിയൻ പോട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി കൊടുക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. അപ്പൊ ഓരോരുത്തരോടും അവരുടെ സാഹചര്യവും പ്രായവും അവരുടെ ഒരു പക്വതയും ഒക്കെ അനുസരിച്ചായിരിക്കണം നമ്മൾ പല കാര്യങ്ങളും ഉപദേശിക്കേണ്ടത് എന്ന കാര്യം ആമുഖമായിട്ട് മനസ്സിലാക്കുക. ജനറലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ എല്ലാം ജനിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഭൂമിയിൽ കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര അല്ലെ? എല്ലാവരും ജനിച്ചിട്ടുള്ള എങ്ങനെയാണ്? ശുദ്ധ പ്രകൃതിയിലാണ്. ആ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച മക്കൾ പിന്നീട് മാറുന്നത് എന്തുകൊണ്ടാണ്? 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മക്കളിലേക്ക് തെറ്റ് സംഭവിക്കുന്നത്. ഒന്ന്, അറിവില്ലായ്മ കൊണ്ടാണ്. 2, അശ്രദ്ധ കൊണ്ടാണ്. അപ്പൊ അറിവില്ലായ്മയും അശ്രദ്ധയും നമുക്ക് പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് പരിഹാരം കാണേണ്ടത് ആരാ? ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ പുതിയ തലമുറയുമായി ബന്ധപ്പെട്ട്, പുതിയ ജനറേഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? പല രൂപത്തിലുള്ള തിന്മകളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പരിഹാരം കാണേണ്ടത് ആരാണ്? സ്കൂൾ ടീച്ചർമാരാണോ? നാട്ടിലെ ജാഗ്രതാ സമിതികളാണോ? നിയമസഭയിലെ നിയമസാമാജികരാണോ? പോലീസും എക്സൈസ് ഓഫീസർമാരും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുമാണോ? അല്ലെങ്കിൽ ഇപ്പോ വിസ്ഡം സ്റ്റുഡൻസിനെയൊക്കെ പോലുള്ള സംഘടനകൾ പല ലഹരി വിരുദ്ധ ക്ലാസ്സുകളും ഒക്കെ നടത്താറുണ്ട് അല്ലെ? ഓൺലൈൻ ആയിക്കോട്ടും പിന്നെ സ്കൂളുകളിലും പിന്നെ പല സമ്മേളനങ്ങളുടെ ഭാഗമായി ഇപ്പൊ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന നമ്മുടെ കോൺഫറൻസ് വരുന്നുണ്ട്. 2025 മെയ് 11 പെരിന്തൽമണ്ണ വെച്ചാണ് കോൺഫറൻസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ പല പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഇതാണോ അതിന്റെയൊക്കെ പരിഹാരം? ഞാൻ പറഞ്ഞു ഇതൊക്കെ പരിഹാരങ്ങളാണ്. പക്ഷേ അത് മാത്രമല്ല പരിഹാരം. ഏറ്റവും ആത്യന്തികമായ പരിഹാരം എന്നുള്ളത് അത് ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും അടങ്ങുന്ന ഉമ്മമാർ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് ഉമ്മമാരും ഉപ്പമാരും ഒന്നിച്ച് ശ്രദ്ധിച്ച് പരിഹാരം കാണുമ്പോഴേ അത് ആത്യന്തികമായി എല്ലാ നിലയ്ക്കുമുള്ള ശാശ്വതമായ പരിഹാരമായിട്ട് മാറുകയുള്ളൂ. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, അതിപ്പോ പിന്നെ പരിഹാരം നിങ്ങൾ പറഞ്ഞു അല്ലെ? രണ്ടുപേരും കൂടി ചേർന്ന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു, ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പാക്ക് ഒരു റോൾ ഉണ്ടല്ലോ, ഉപ്പ ആദ്യം ചെയ്യട്ടെ എന്ന് ഉമ്മമാർ ആലോചിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ഉപ്പയുടെ മേൽ പഴി ചാരേണ്ട ഒരു വിഷയമല്ല. ഉപ്പാക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള പിന്നെ ജോലി സംബന്ധമായ പിന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട പല തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ നമ്മളെ ആദ്യം തിരുത്തുക. എവിടെയാണോ നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വീഴ്ച സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള എന്ത് ലിബറൽ ചിന്താഗതികളാവട്ടെ അതിനുള്ള പരിഹാരം എന്നുള്ളത് നമ്മളിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഓരോ കുട്ടിയെയും ആ രൂപത്തിൽ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുട്ടികൾ വളരുന്ന സമയത്ത് രക്ഷിതാക്കൾക്ക് വലിയ റോളുകളുണ്ട്. പലപ്പോഴും അറബിയിൽ പറയാറുണ്ട്, പിന്നെ നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ കുട്ടി എന്നുള്ളത്. കുല്ലു അബ്നാഉ സിറു അബി. ഓരോ പിന്നെ കുട്ടിയും അവന്റെ മാതാപിതാക്കളുടെ രഹസ്യ സൂക്ഷിപ്പുകാരാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുട്ടികളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും കുട്ടിയും പെരുമാറുക. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ തന്നെ ലിബറലിസം നമ്മൾ നേരത്തെ പറഞ്ഞു. അതില് പിന്നെ കുട്ടികളിൽ നിന്ന് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുമായിട്ട് ഭയങ്കരമായ ഒരു ബന്ധം ഉണ്ടാകുന്നത് കാണുന്നുണ്ട് അല്ലെ? കോസ്മെറ്റിക്സ് വെച്ചാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ലിപ്സ്റ്റിക്. ഇപ്പോ ഈ ഇടയ്ക്ക് കേട്ടതാണ് ഒരു കുട്ടി പിന്നെ സ്കൂളിൽ KG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ എന്റെ ഉമ്മ ഒരു അധ്യാപികയാണ്. സ്കൂളിൽ ഒരു അനുഭവം പറഞ്ഞാണ്, KG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് ലിപ്സ്റ്റിക് കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ആ കുട്ടി പിന്നെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ ഇവരൊരു ഗ്യാങ് ഉണ്ട്, ചെറിയ കുട്ടികളാണ്, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഗ്യാങ് ആണ്. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ബോർഡിൽ എന്തോന്ന് എഴുതിയതാണ്. ആ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഈ കുട്ടി തല താഴ്ത്തി, എന്നിട്ട് താഴെ പോയിട്ട് ഈ ലിപ്സ്റ്റിക് എടുത്തിട്ട് അങ്ങനെ ചുണ്ടിലിട്ടു. എന്നിട്ട് തൊട്ടപ്പുറത്തെ കുട്ടിക്ക് ചുണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറിയ കുട്ടികള്, KG പ്രായത്തിലുള്ള കുട്ടികള്. അപ്പൊ ഈ ടീച്ചർ അത് കണ്ടു, ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് നേരം ടീച്ചർ ലിപ്സ്റ്റിക് ഇട്ടുള്ളൂ, കുറച്ച് ഞാൻ അതിന്റെ പിന്നെ കളർ പോവും, ഫെയ്ഡ് ആയി പോവും, അതുകൊണ്ട് ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടി ഇട്ടതാണെന്ന് KG ക്ലാസ്സിലെ കുട്ടികൾ പറയുന്ന ഒരു അവസ്ഥ ആലോചിക്കും നിങ്ങള്. അപ്പോ ചെറിയ കുട്ടികൾക്ക് പോലും അത്ര മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ കുട്ടികൾ ഒരുപക്ഷെ ഇങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അൽ അബ്നാഉ സിറു അബി. ഒരുപക്ഷെ ഉമ്മ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഉമ്മയാണെങ്കിൽ കുട്ടി ലിപ്സ്റ്റിക് ഉപയോഗിക്കണമെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ? ഉമ്മയുടെ വസ്ത്രധാരണം ഒരുപക്ഷെ പിന്നെ പർദ്ദയല്ല, അല്ലെങ്കിൽ പിന്നെ ശരീര ഏതെങ്കിലും ഭാഗങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണമാണെങ്കിൽ, നല്ല അടക്കവും ഒതുക്കമുള്ള വസ്ത്രധാരണം അല്ല എങ്കിൽ കുട്ടികളെ നമ്മൾ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആ കുട്ടി കണ്ടു വളരുന്നത് ആരെയാണ്? ആ ഉമ്മയെയും ഉപ്പയുമാണ്. സമയത്തിന് നമസ്കരിക്കാത്ത ഒരു ഉപ്പയാണ് കുട്ടിക്കുള്ളതെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടി പിന്നെ പിന്നെ മാതൃകയാക്കാൻ കഴിയുക? ആ കുട്ടിക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞ മാതാപിതാക്കളിലും ചില മാറ്റങ്ങൾ നിർബന്ധമായിട്ടും ഈ സമയങ്ങളിൽ ഒരുപക്ഷെ വലിയ തിന്മകളടക്കം അതിനുള്ള വാതിലുകൾ ചിലപ്പോ നമ്മൾ പോലും ചിന്തിക്കില്ല, അത് തുറന്നു കൊടുക്കുന്നത് നമ്മളായിരിക്കും. ലിപ്സ്റ്റിക് ഇടുന്ന അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് പോട്ടെ, നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഉമ്മമാർക്ക് പറ്റുമോ? പറ്റും. എപ്പോ?
നമ്മുടെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം അല്ലെ? ഒരു കല്യാണം ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരുങ്ങുന്ന ഒരുക്കം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കല്യാണത്തിന് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിന്താഗതി എന്താ വേണ്ടത്? ആ കല്യാണത്തിന് പോകുമ്പോൾ എന്റെ സൗന്ദര്യം ഇത് വേറൊരാളും കാണാൻ പാടില്ല, ഇത് അവർക്ക് ആസ്വദിക്കാനുള്ളതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അല്ലെ? ഇതാരും കാണാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഏറ്റവും ഉദിച്ച കളറുള്ള ഭയങ്കര ചുവപ്പും ഭയങ്കര റോസും ഒക്കെ കളർ ഡ്രസ് എടുത്തിട്ട് പള്ളിക്ക് കല്യാണത്തിന് വേണ്ടി പോവാം. പള്ളിയിൽ പോകുമ്പോൾ പർദ്ദ ഇടും, തറാവീനൊക്കെ പോകുമ്പോൾ ഫുൾ പർദ്ദ. അത് കഴിഞ്ഞ് കല്യാണത്തിന് പോകുമ്പോൾ ചേലും കോലവും മാറി. അതിൽ തന്നെ കൈ മുഴുവൻ മറയ്ക്കാത്ത, നമുക്കറിയാലേ മുഖവും മുൻകൈയും ഒഴുകി ബാക്കി എല്ലാം മറയ്ക്കണമെന്നാണ്. അതുപോലെ തന്നെ നേരത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നാണ്, ഭയങ്കര ടൈറ്റ് ആയ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നാണ്, ശരീരം മുഴുവൻ മറയണം എന്നാണ് അല്ലെ? ഇതൊക്കെ നിബന്ധനകളാണ്, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്താ ചെയ്യാം, പള്ളിയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സും ബാക്കി ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ മറ്റൊരു തരത്തിലുള്ള ഡ്രസ്സും നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ അവിടെ ചെയ്യുന്ന തെറ്റെന്നുള്ളത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ മക്കളും നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മളൊരു പക്ഷേ കൈ മുക്കാ കൈ ഇട്ടിട്ടുണ്ടാവുള്ളൂ, നമ്മുടെ കുട്ടി എന്താ ചെയ്യാ, അത് അരക്കൈയാവും അല്ലേ? നമ്മളൊരു പക്ഷെ കണ്ണെഴുതി കണ്ണൊന്ന് ഭയങ്കര നന്നാക്കി കൊണ്ട് ഒരു ഫംഗ്ഷന് പോകണ്ടാവുള്ളൂ, നമ്മൾ കുട്ടികൾ എന്താ ചെയ്യാ, അവര് പുട്ടിയും കൂടി ഇടും, വേറെ എന്തൊക്കെ വേണോ അതൊക്കെ അവർ വാരി തേച്ചോളും. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും അവർക്ക് തിന്മകളിൽ മാതൃകയാവുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഉപദേശിക്കേണ്ടത് കുട്ടികളോട്. ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളിൽ കണ്ടാൽ നമ്മൾ വേണ്ടാന്ന് പറയുമല്ലോ. തിന്മകളായിട്ട് ഇപ്പോ നമ്മൾ കുട്ടി സ്കൂളിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടാക്കി, ആൺകുട്ടി എന്തൊരു അടി ഉണ്ടാക്കി, അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ ഓടിപ്പോയി ദേഷ്യപ്പെട്ട് ഇനി മേലത് കണ്ണാണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടവനോട് പറയാനുള്ള ഒക്കെ ഇവിടെ പറയും അല്ലെ? അതിനപ്പുറം നമ്മൾ ചിന്തിക്കണം എന്താ, നമ്മൾ നമ്മുടെ വീട്ടിൽ അവനോടുള്ള പെരുമാറ്റം അങ്ങനെയാണോ എന്നാണ് ആലോചിക്കേണ്ടത്. അതിനുശേഷമാണ് അവനോട് പോയിട്ട് നമ്മൾ ശകാരിക്കേണ്ടത് അല്ലെ? നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കർശനം വരേണ്ടതുണ്ടോ? നമ്മളെ കണ്ടവൻ വളരുമ്പോൾ അതിന് അവന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം എന്നെ ഒപ്പിയെടുക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ഒരു ഉപ്പ ചിന്തിക്കേണ്ടത്, എന്നാണ് ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് അല്ലെ? നമ്മളിലെ മാറ്റങ്ങൾ, ഇപ്പോ നമ്മുടെ വീട്ടിൽ നിരന്തരം കുട്ടികളെ വെട്ടിവെച്ച് എന്ത് പറഞ്ഞാലും അടി ഇടി അല്ലെ? അങ്ങനെ ചീത്ത പറയുന്ന ഒരു ഉമ്മയോ ഉപ്പയോ ആണെങ്കിൽ ആ കുട്ടി എന്താ കണ്ടു വളരാ? അപ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും അതിന് പരിഹാരം എന്നുള്ളത് ദേഷ്യപ്പെടുക, പോയി അടിക്കുക എന്നാണ് പരിഹാരം എന്നാണ് കുട്ടി ചിന്തിക്കുക. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, നേരെ പോയിട്ട് പല സ്കൂളിലെ തല്ലുമാലകളിലും +1 +2 തമ്മിൽ തല്ല്, 5ഉം 6ഉം തമ്മിൽ തല്ല്, കുട്ടികൾ തമ്മിൽ തല്ലുമാലയിലെ കുട്ടി പോയി ധൈര്യമായിട്ട് ഇടപെടും. കാരണം എന്താ, അവൻ കണ്ടു വളരുന്ന വീട്ടിലെ അടിയാണ്, വീട്ടിലെ ശകാരമാണ് അവൻ കണ്ടുവരുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. നമ്മളെ കണ്ട ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പഠനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, കുട്ടികൾ പറയുന്ന ഒരു പരാതിയാണ് എപ്പോഴും വെച്ചാൽ, ഉമ്മ എപ്പോഴും വന്ന് ഉമ്മ എന്നോട് പറയാ, എടാ പഠിക്കടാ, എടി പഠിക്കടി എന്ന് മാത്രമാണ് നിരന്തരം എന്നെ ഉപദേശിക്കാറുള്ള കുട്ടികൾ പറയാം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ പഠിക്കടാ എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് നമ്മളൊരു 8ാം ക്ലാസ്സും ഗുസ്തിയാണെങ്കിലോ, നമ്മളൊരു 4ാം ക്ലാസ്സും ഗുസ്തിയാണെങ്കിലോ, കുട്ടിയോട് പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടാവും. എനിക്കോ പഠിക്കാൻ പറ്റില്ല, നീയെങ്കിലും പഠിച്ച് നന്നാവണം എന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയണത്. ഇതിനർത്ഥം നിങ്ങൾ ഇപ്പൊ പോയിട്ട് കോളേജിൽ പോയി പഠിക്കണം എന്നല്ല, മറിച്ച് നമ്മൾ നിരന്തരം പഠിക്കുന്ന ആളുകളാവണം. ഉമ്മമാർ നിരന്തരം പഠിക്കുന്ന ആളുകളാണ്. എന്ത് പഠിക്കാം? ഓൺലൈനിൽ പല കോഴ്സുകളും പഠിക്കാം, ഖുർആൻ പഠിക്കാം, തജ്വീദ് പഠിക്കാം. എന്തൊക്കെ നമുക്ക് നിരന്തരമായി നമ്മുടെ ബുദ്ധിയെ ഉണർത്താനുള്ള പല പഠനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മറിച്ച് ഉമ്മ ഖുർആൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഖുർആൻ പഠിക്കുന്ന ഒരു ഉമ്മ നിരന്തരം ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മ ക്ലാസ് കേൾക്കാനായിട്ട് അവിടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലോ പോയി ഇരിക്കും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ആ ഉമ്മ ഇപ്പൊ പഠിക്കുന്ന സമയമാണ്, അപ്പൊ ഞാനും ഇപ്പൊ പഠിക്കണം എന്ന ചിന്ത കുട്ടിക്ക് വരും. അതല്ലാതെ ഉമ്മ അവിടെ ഇങ്ങനെ ഫോൺ കളിച്ച് ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് നോക്കി തോണ്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് കുട്ടിയോട് പറയാം പോയി പഠിക്കണം, പോയി പഠിക്കടി എന്ന് പറയും ചെയ്യാം. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്. കുട്ടികൾ എന്താ ചിന്തിക്കാം, ആ ഉമ്മ ആദ്യം ഫോണൊക്കെ എടുത്ത് വെച്ച് നേരെ മാറിയിരിക്കട്ടെ എന്ന് ഞാൻ നോക്കാം എന്നേ ചിന്തിക്കുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ മാതൃകയാവണമെന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം, കുട്ടികളോട് വളരെ സൗമ്യമായിട്ട് പെരുമാറാൻ നമുക്ക് കഴിയുള്ളൂ, അങ്ങനെ പാടുള്ളൂ അല്ലെ? അത് കണ്ടു വളരുന്ന കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയിലും ആ സ്വഭാവം അതുപോലെ തന്നെ ബഹിസ്ഫരിക്കുന്ന കാര്യം കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ രഹസ്യ ജീവിതം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. യഥാർത്ഥത്തില് ഉപ്പ ഒരുപക്ഷെ ഒരു മോശം കാഴ്ച കാണുന്ന ആളാണെങ്കിൽ, ഉമ്മ ഒരു മോശപ്പെട്ട ബന്ധമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു നോക്കൂ, ഉമ്മ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസിയുമായിട്ട് സംസാരിക്കുന്ന സംസാരത്തിൽ ഒരു കൊഞ്ചിക്കുഴൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ ഉമ്മാക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് അന്യ പുരുഷനായിട്ടുള്ളത് ആരെല്ലാം ഉണ്ടോ അവരുമായുള്ള സംസാരത്തിൽ ചെറിയ ചില ഒരു കൊഞ്ചിക്കുഴല്, അവരോട് ഒരു നേർപ്പിച്ച് സംസാരിക്കാം, ഒരു എക്സ്ട്രാ ചിരിയും ഒരു എക്സ്ട്രാ ബന്ധവും ഒക്കെ അവരോട് ഉണ്ടാവുന്ന രൂപത്തിലുള്ള ബന്ധമാണ് എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്, നമ്മളെ കണ്ടായിരിക്കാം നമ്മുടെ കുട്ടി വളരുന്നത്. ആ കുട്ടിയായിരിക്കും പിന്നീട് എല്ലാവരോടും ആ കുട്ടി എന്ത് ചെയ്യും, ഉമ്മ അങ്ങനെ ചിരിച്ചു കളിച്ചാൽ സംസാരിക്കാറുള്ളത്, ഉമ്മ അങ്ങനെ ഒരു അന്യ പുരുഷൻ എന്നുള്ളൊരു വേർതിരിവൊന്നും ഉമ്മ നടത്താറില്ല. അതുകൊണ്ട് ഉമ്മ അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ സംസാരിക്കുന്നു. എന്റെ സ്കൂളിലുള്ള 15 ആൺകുട്ടികളുണ്ട്, ആ 15 ആൺകുട്ടികളോട് ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചും തോള് കേട്ടും ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ ഞാൻ മുന്നോട്ട് പോകാന്ന് ആ കുട്ടിയും ചിന്തിക്കും, ആ പെൺകുട്ടിയും തീരുമാനിക്കും. അങ്ങനെയാണ് പലപ്പോഴും പല ബന്ധങ്ങളിലും പോയി പെടുന്നത്. പല ബന്ധങ്ങളും ചാറ്റിങ്ങും അവസാനം ചീറ്റിങ്ങുമായിട്ട് അവരുടെ ജീവിതം തന്നെ കൊണ്ടു തൊലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാൻ പറയാം, അതിലും നമുക്ക് മാതൃകയുണ്ട്. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും സൂക്ഷ്മതയുള്ളതാണെങ്കിൽ, ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെയും കരകയറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുട്ടിയെ നന്നാക്കുമ്പോൾ
പാരന്റിങ് നന്നായി നന്നായി കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ നന്നാവണം ആദ്യം അല്ലെ. പാരന്റിങ്ങിനെ പറ്റി പാരന്റിങ് ഇസ് മൗൾഡിങ് ദം ആൻഡ് റിഫൈനിങ് അസ് എന്നാണ് പറയാറുള്ളത്. അതായത് കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുന്നു അല്ലെ, മൗൾഡ് ചെയ്തെടുക്കുന്നു. അതോടൊപ്പം റിഫൈനിങ് അസ്, നമ്മൾ സ്വയം സംശുദ്ധീകരിച്ച് നമ്മളും മാറുന്നു എന്നുള്ളതാണ്. കുട്ടികൾ നമ്മൾ നന്നാക്കി എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ റിഫൈൻ ചെയ്ത് വരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് പരിഹാരങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മാതൃകയാവണം എന്നുള്ളതാണ്. പള്ളിയിലേക്ക് ഉപ്പയുടെ കൈ പിടിച്ച് പോകുന്ന മകൻ ഉണ്ടാവണം. ഉമ്മ തറാവീഹിന് പോകുമ്പോൾ മകളെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ പോയിട്ട് വളരെ ആത്മാർത്ഥമായി ഉമ്മയെ കണ്ട് വളരുന്ന ഒരു കുട്ടി ഉണ്ടാവണം. ഉമ്മ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മക്കളും ഖുർആൻ പാരായണം ചെയ്യണം അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അപ്പൊ സ്വതക്ക നൽകൽ, കുട്ടികൾക്ക് ചെറിയൊരു കുണ്ടിക നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, കുറ്റി കൊടുക്കാറുണ്ട്. ആ കുറ്റിയിൽ കുട്ടികൾ പൈസ ഇടുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടാക്കാം. അതിന് ഉമ്മ ഒരുപക്ഷെ ഒരാൾ പാവപ്പെട്ട ആൾ വരുമ്പോൾ ചെറിയ സ്വതക്ക കൊടുക്കുകയാണ്, ഒരു 20 രൂപ കൊടുക്കണം വിചാരിച്ചു. അപ്പൊ കുട്ടിയോട് അവന്റെ ആ കുറ്റിയിൽ നിർത്തി ഒരു 5 രൂപ എടുത്ത് അവനോട് കൊടുക്കാൻ വേണ്ടി പറയാം. ഞാൻ പറയാം, ഇങ്ങനെ ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കി ചെറിയ പ്രായം മുതലേ കുട്ടികളെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല സംസാരങ്ങൾ, ഉമ്മയുടെ വായിൽ നിന്ന് നല്ല സംസാരങ്ങൾ. എന്തെങ്കിലും ഒരു ഉപദേശം വരുമ്പോൾ മോനെ നബിസ്വലാസം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രം പറഞ്ഞ ആലോചിച്ചു നിങ്ങൾ. ഒരു ഉമ്മ തന്റെ കുട്ടിയെ തിരുത്തുന്നത് പ്രവാചകന്റെ ഒരു ചരിത്രം പറഞ്ഞിട്ടാണെങ്കിലോ, അത്രമേൽ പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ചില അദബുകൾ പഠിപ്പിക്കുന്നത്, ചില മര്യാദകൾ പഠിപ്പിക്കുന്നത്. കുട്ടിയുടെ പിന്നെ ഇടത്തെ കൈ കൊണ്ട് എങ്ങാനും വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റടിയാണ് കയ്യിലേക്ക്. അങ്ങനെയാണോ വേണ്ടത്? അല്ല, മറിച്ച് ആ കുട്ടിയോട് പറയാം, മോനെ റസൂൽ സലാസം എപ്പോഴും വലത്തെ കൈ കൊണ്ടാണ് വെള്ളം എടുത്ത് കുടിച്ചിട്ടുള്ളത്, അതിന് ഒരുപാട് പുണ്യമുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ചെറിയ പ്രായം മുതലേ കുട്ടികൾ വളർത്തി കൊണ്ടുവരാം. അപ്പോ ഇതിനൊക്കെ അപ്പുറം ഉമ്മ സിനിമ കാണുന്ന ഉമ്മയാണെങ്കിൽ, ഉമ്മ സോഷ്യൽ മീഡിയയിൽ മ്യൂസിക്കും സംഗീതവും ഒക്കെ കാണുന്ന റീലുകൾക്ക് അനുസരിച്ച് ആ സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്ക് അങ്ങനെ പോകുന്ന, സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പുകളിട്ട് അങ്ങനെ ഒരു ഉമ്മയാണെങ്കിലോ, ആ കുട്ടി പിന്നെ എന്താ കണ്ടു വളരാം അല്ലേ? അതുകൊണ്ട് നമ്മൾ മാതൃകയായി മാറിയെങ്കിലേ കുട്ടികളെ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഈ ലിബറൽ ചിന്താഗതികളുടെ ഒരു കുത്തൊഴുക്കിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്വയം മാതൃകയായിട്ട് കുട്ടികൾക്ക് മാറിക്കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഇഴയടുപ്പമുള്ള ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് നല്ല ബന്ധം ഉണ്ടാക്കണം. എങ്ങനെ നല്ല ബന്ധം ഉണ്ടാക്കുക? അവരോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാം? ചില ഉമ്മമാരും ഉപ്പമാരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കൂല. ആലോചിക്ക്, പിന്നെ ഏതെങ്കിലും കുട്ടികൾ, നമ്മളെ കുട്ടി ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കാം. വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നും ഉമ്മമാരെ ഫോൺ വിളിക്കും അല്ലെ. എന്നും മിക്കവാറും എന്നും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഉമ്മമാരെ വിളിക്കും. പക്ഷെ ഉപ്പമാരെ എപ്പോഴാണ് വിളിക്കാറുള്ളത്? ആഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ച കൂടുമ്പോൾ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോൺ വിളിച്ച് ഉപ്പാന്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഏയ് നിങ്ങളൊന്ന് ഓനോടും സംസാരിച്ചു നോക്കി എന്ന് പറഞ്ഞ് ഫോണിന് കൊടുക്കുമ്പോൾ ഉപ്പാനോട് സംസാരിക്കും. അങ്ങനെയാണോ ഉണ്ടാവാറുള്ളത്? ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല അല്ലെ. ഉപ്പമാരുമായിട്ട് ഒരു അകൽച്ച കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇന്ന് പൊതുവേ കാണുന്നുണ്ട്. അത് ഇനി വർദ്ധിക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും നമ്മൾ മുളയിലേ നുള്ളിക്കളയേണ്ടതാണ്. ഉപ്പയോടും ഉമ്മയോടൊക്കെ ഒരേപോലുള്ള ബന്ധമായിരിക്കണം. സ്വാഭാവികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഉമ്മയോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപ്പയോടും പറയില്ല അല്ലെ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. സ്വാഭാവികമാണ്. അതിനപ്പുറം ഇടയ്ക്കിടയ്ക്ക് ഉപ്പയോട് നല്ല ബന്ധം ഉണ്ടാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഉപ്പ എന്ന് പറഞ്ഞാൽ കുറെ ഫീസൊക്കെ കൊടുക്കേണ്ട അടയ്ക്കേണ്ട ഒരാളായിട്ടല്ല ഒരിക്കലും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഒരു കാർക്കശ്യക്കാരനായ ഒരാളും ഉമ്മ എന്നുള്ള എപ്പോഴും ഉപദേശിക്കുന്ന ഒരാളുമായിട്ടല്ല കുട്ടികൾക്ക് മനസ്സിലുണ്ടാവേണ്ടത് അല്ലെ. അപ്പോൾ ഉപ്പയോട് എപ്പോഴും സംസാരിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഇതിന്റെ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കണം. പെരുന്നാൾ നിസ്കാരം വരുമ്പോ, പെരുന്നാൾ നിസ്കാരം ഇപ്പോ ഈ ചെറിയ പെരുന്നാൾ വരാണല്ലോ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട് അല്ലെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും കെട്ടിപ്പിടിക്കും. ആ കെട്ടിപ്പിടിക്കുന്നതിൽ ഒരു ഉപ്പയും മോനും കെട്ടിപ്പിടിക്കുന്നത് കാണാറുണ്ടോ? വളരെ റെയറാണ്. ഉണ്ട്, പക്ഷെ ഭയങ്കര വിരളമായിട്ടേ കാഴ്ച കാണാൻ കഴിയുള്ളൂ. ഉപ്പാക്ക് മോനിട്ട് കെട്ടിപ്പിടിക്കുമ്പോ എന്തോന്ന് ഇങ്ങനെ ഉള്ളിന്ന് ഇടിഞ്ഞു വീണ പോലെ. എന്തിനാണ് ആ മടി? സ്വന്തം മോനല്ലേ കെട്ടിപ്പിടിക്കുന്നത്. ഈ ശീലം നമ്മൾ ആദ്യം മുതലേ തുടങ്ങണം. കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകുമ്പോൾ എന്നും രാവിലെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി വിടാൻ ഉപ്പമാർക്ക് കഴിയണം, ഉപ്പമാർക്കും കഴിയണം. ഈ ഉപ്പാക്ക് ഉമ്മ കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ ഒന്നിട്ട് കെട്ടിപ്പിടിക്കാം. ഏറ്റവും ചുരുങ്ങുന്നത് കൈ കൊടുത്ത് സലാം പറഞ്ഞിട്ട് വേണം അവൻ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ. ആ ഒരു ശീലം ഉണ്ടാക്കാനുള്ള ശ്രദ്ധ നിർബന്ധമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇഴയടുപ്പമുള്ള ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രദ്ധയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ പല രൂപത്തിലുള്ള പാരന്റിങ് ഉണ്ട്. രക്ഷിതാക്കൾ കുട്ടികളെ നോക്കുന്നതിന് പല രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പിന്നെ അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ സ്വേച്ഛാധിപത്യപരമായ പാരന്റിങ് എന്ന് പറയുന്ന ഒരു രൂപത്തിലുള്ള പാരന്റിങ് ഉണ്ട്. അതായത് രക്ഷാകർതൃത്വം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കൾ ചെയ്യാന്ന് വെച്ചാൽ അതിന് പല പേരുണ്ട് കേട്ടോ. ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയും, CCTV പാരന്റിങ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, ഇപ്പോൾ കുട്ടികൾ എന്തുണ്ടെങ്കിലും അവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുറ്റും നടന്നിങ്ങനെ വീക്ഷിക്കുന്ന ഹെലികോപ്റ്റർ പാരന്റിങ്. ഹെലികോപ്റ്റർ പോണ പോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്നിങ്ങനെ അവർ കറങ്ങി നടന്നിങ്ങനെ വീക്ഷിക്കുന്ന, അവർ അങ്ങോട്ട് പോകണ്ടോ ഇങ്ങോട്ട് പോകണ്ടോ അത് ചെയ്യണ്ടോ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ CCTV പാരന്റിംഗ് എന്ന് പറയും. എല്ലാ സ്ഥലത്തും അവരെ കാണുന്ന രൂപത്തിലേക്ക് അവരൊരു തെറ്റ് ചെയ്യുന്ന ആളായി സങ്കല്പിച്ചുകൊണ്ടുള്ള പാരന്റിംഗ് ഒരിക്കലും അത് ശരിയല്ല. നമ്മളൊരു ഭയങ്കര സ്വേച്ഛാധിപതിയായിട്ട് മാറുന്ന, അങ്ങനെ കുത്തി നോക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു രൂപത്തിലുള്ള പാരന്റിംഗ് അല്ല നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ ഒരു പാരന്റിംഗ് ഉണ്ട്, റിലേ പാരന്റിംഗ്. റിലേ പാരന്റിംഗ് വെച്ചാൽ പിന്നെ കുട്ടികളെ പറ്റി നമ്മൾ മനസ്സിൽ കാണുക, ആ കുട്ടീനെ വളർന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ എന്റെ ബിസിനസ്, ഒരു ഉപ്പ ചിന്തിക്കുന്നതാണ്, എന്റെ ബിസിനസ് ഇതിന്റെ തുടർച്ച എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാ നോക്കേണ്ടത്? അത് ഇവനാണ്.
അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഈ കുട്ടിയെ ബിസിനസ് 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 ആലോചിച്ച് അങ്ങനെ വളർത്തുക. അവനൊരു BBA എടുക്കണം, അവനൊരു MBA എടുക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ അതിനുള്ള പ്ലാൻ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ. അതും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റിലേ പാരന്റിങ്, റിലേ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരാൾ ഒരു ബാറ്റൺ പിടിക്കും, തൊട്ടടുത്ത ആൾ കൈമാറും, അടുത്ത ആൾ കൈമാറും, അങ്ങനെ പോകല്ലോ. അപ്പൊ ഉപ്പാന്റെ ബാറ്റൺ നേരെ മക്കൾക്ക് കൈമാറുന്ന തരത്തിലുള്ള രക്ഷിതാവ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കുന്ന അനുസരിച്ചല്ല നമ്മുടെ മക്കൾ ഉണ്ടാവേണ്ടത് അല്ലെ. അവരുടെ കഴിവും താല്പര്യവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അത് കണ്ടെത്തി അതിലേക്ക് തന്നെ അവർ ഏറ്റവും നല്ല കരിയറിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ പാരന്റിങ് പറയാറുള്ളത് പിന്നെ ND പാരന്റിങ്, ഒരു ശത്രുതയുള്ള പാരന്റ് എന്നൊക്കെ പറയും. അതായത് ഒരു ഉമ്മയുടെ ആഗ്രഹം, ഇപ്പോ പല ഉമ്മമാർക്കും ഡോക്ടർമാരാവാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഡോക്ടർമാരാവാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലെ. അത് എൻട്രൻസ് എക്സാം ഒക്കെ പാസ്സായി ചിലപ്പോൾ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായേക്കാം. അന്ന് കാലത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ദുർബലമായ വീട്ടിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ടല്ലോ, ഞാനേ 5 കിലോമീറ്റർ സ്കൂളിലേക്ക് ഒന്നും നടന്നിട്ടാ പോയിട്ടുണ്ടായിരുന്നത്, എനിക്കിപ്പോ സ്കൂൾ ബസ്സിൽ കയറി പോകാൻ മടിയില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ പലപ്പോഴും ഉപദേശം കേൾക്കാറുണ്ടല്ലോ. അപ്പോ ഉമ്മ ചിന്തിക്കുക വെച്ചാൽ, എനിക്ക് പണ്ട് കാലത്ത് അത്തരം സാഹചര്യം ആയതുകൊണ്ട് തന്നെ, എനിക്ക് കുറെ പ്രയാസങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പൊ എനിക്കോ പറ്റിയില്ല, ഇനി നീയെങ്കിലും ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഡോക്ടറാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന, അതിന് നീറ്റിന്റെ കോച്ചിങ് നേരത്തെ തന്നെ ഒരു 6ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുക. അങ്ങോട്ട് എട്ടങ്ങറാക്കിയിട്ട് ആ കുട്ടിനെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയും കാണാൻ കഴിയും. ഇങ്ങനെ ഒരു NV പാരന്റിങ് കാണാൻ കഴിയും. അതുമല്ല ഉണ്ടാവേണ്ടത്, മറ്റൊരു പാരന്റിങ് ഉണ്ട്, അൺഇൻവോൾവ്ഡ് പാരന്റിങ് എന്ന് പറയും. ഒന്നിനും സമയമില്ല. തുടക്കത്തിൽ ഞാൻ ഒരു അനുഭവം പറഞ്ഞില്ലേ, ഒരു കുട്ടിക്ക് ഉമ്മയുടെ മൊബൈൽ ഫോൺ ആവാനാണ് ആഗ്രഹം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഒന്നിലും ഉമ്മാക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള താല്പര്യമില്ല. ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി എന്താ ചെയ്യേണ്ടത്? അവൻ നേരെ ഒരു 5ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ ആലോചിച്ച് നോക്കും നമ്മള്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ മുഴുവൻ പറയാനുണ്ടാവും. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പല സംഭവ വികാസങ്ങൾ ഉണ്ടാവും സ്കൂളുള്ളത്. ഇതൊക്കെ തുറന്നു പറയാനുണ്ടാവും. അതിനുള്ള സ്പേസ് ആ ഉമ്മ കൊടുക്കണം. ഇപ്പൊ നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് ഉമ്മ അടുക്കളയിൽ ഉണ്ടാവുമ്പോൾ അടുക്കളയിൽ ഒരു ചെയർ ഇട്ടിട്ട് നമ്മൾ കുട്ടി വന്ന് ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് ആ കുട്ടി ഇന്നത്തെ മൊത്തം വിശേഷങ്ങളും പറയണം. അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തണം. അല്ലാതെ പലപ്പോഴും എന്താ വെച്ചാൽ ഫുൾ അൺഇൻവോൾവ്ഡ് ആണ്. കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും ഇൻവോൾവ് ആവാൻ കഴിയാത്ത പാരന്റ്സിനെ കാണാൻ കഴിയും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു ഉദാഹരണം കൂടി പറയാം. പ്രോഗ്രസ് റിപ്പോർട്ടിൽ നല്ല മാർക്കുമായിട്ട് ഒരു കുട്ടി വരികയാണ്. പഠിച്ചു നല്ല മാർക്ക് വാങ്ങി. ആ മാർക്കുമായിട്ട് ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ കുട്ടി സന്തോഷത്തിലായി വരുന്നത് കേട്ടോ. ഉമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉമ്മ ഭയങ്കര സന്തോഷിക്കും. ഉമ്മ എനിക്ക് ഇന്ന് സമ്മാനമൊക്കെ തരുമെന്നൊക്കെ പ്രതീക്ഷ കുട്ടി വരുന്നത്. ഇതിങ്ങനെ വന്ന് ഉമ്മാക്ക് കാണിച്ചപ്പോ ഉമ്മ വേറെന്തോ ലോകത്താണ്. ഉമ്മ ആലോചിക്കും ഉമ്മാനെ നേരത്തെ കണ്ട ഫുഡിന്റെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ അനുസരിച്ച് വേണം ഫുഡ് ഉണ്ടാക്കാൻ. ഇത് മാത്രം ഉമ്മാരുടെ ചിന്ത. ഉമ്മ ഈ കുട്ടിയെ മൈൻഡ് ആക്കുന്ന പോലില്ല. ഉമ്മ നേരെ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങി അത് നേരെ വന്നിട്ട് എന്താ ഒപ്പിടണോ, നേരെ ഒപ്പിട്ടു, അത് കൊടുത്തു. ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങള്. തകർന്നു പോകില്ല കുട്ടി. അവൻ ഭയങ്കരമായ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന ഒരു സാധനത്തെ നമ്മൾ പുച്ഛിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ തിരക്കുകൾ കാരണം, നമ്മൾ അശ്രദ്ധ കാരണം നമ്മൾ അവിടെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലുണ്ടാകുന്നത് ഭയങ്കരമായ ഒരു സ്ട്രെസ് ആയിരിക്കും, ഒരു മെന്റൽ ട്രോമ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു ബന്ധം, ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഗ്യാപ്പ് വിടവുണ്ടാക്കുക എന്നുള്ളതല്ല, അവർക്ക് എന്തും സംസാരിക്കാനുള്ള ഒരു ഇടം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോ ഒന്നിച്ചിരിക്കുന്ന ഇടങ്ങൾ വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികളും ഒന്നിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ, അതിൽ നമുക്ക് ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവരെ മാറ്റിയിരുത്തൽ മാത്രമല്ല പരിഹാരം, മറിച്ചോ നമ്മളും അവരിയ്ക്കുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഇന്ന് രാത്രി ഒന്നിച്ചല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാം അല്ലേ? ആവണം. ഒന്നിച്ചായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് ഒന്നിച്ചിരുന്നുകൊണ്ട് പലതും ഷെയർ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഉപ്പാന്റെ ജോലിയിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. കുട്ടികൾക്ക് കുട്ടികളുടെ സ്കൂളത്തെ കാര്യങ്ങളും അന്നത്തെ പരീക്ഷയുടെ മാർക്കും ഒക്കെ നമുക്ക് ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു ഇടങ്ങളായിട്ട് നമ്മൾ ഡൈനിങ് ടേബിളുകൾ മാറണം. മറിച്ച് ഇപ്പൊ എന്താ അവിടെ കുട്ടി ടിവിന് മുമ്പിൽ പോയിട്ട് അവരെ ഭക്ഷണം എടുക്കുന്നു, പ്ലേറ്റ് എടുക്കുന്നു, ടിവിന് മുമ്പിൽ പോയിരുന്ന് കുട്ടിയെ കാണുന്നു. ചെറിയ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവൾ നേരെ അവിടെ പ്ലേറ്റ് എടുത്ത് പോകുന്നു, ഫോണിൽ തോണ്ടിരിക്കാൻ വേറെ ടേബിളിൽ പോയിരുന്നു ഒറ്റയ്ക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. ഉപ്പാന്റെ സമയമാകുമ്പോൾ പോന്ന് കഴിക്കുന്നു. ഉമ്മാന്റെ സമയമാകുമ്പോൾ ഏറ്റവും അവസാനത്തിൽ ഉമ്മ കഴിക്കുന്നു. ഇങ്ങനെ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ ഒന്നിച്ച് വട്ടത്തിൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ശ്രദ്ധ കാണിക്കണം. അതുപോലെ തന്നെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്കുള്ള പ്രയോറിറ്റി നൽകാൻ നമുക്ക് കഴിയണം. പല ലഹരിയുടെ വാർത്തകളും കേൾക്കുന്നത് കുട്ടികൾ അതിൽ പെട്ടുപോകുന്നതാണ്. ഒരിക്കലും മനസ്സിൽ ആഗ്രഹിച്ച് ഞാൻ ഇന്ന് ലഹരിയുടെ ആളാവും എന്നൊന്നും ചിന്തിച്ചിട്ടല്ല കുട്ടികൾ പോകുന്നത്. മറിച്ച് അവരുടെ സാഹചര്യങ്ങളിൽ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിശ്ചിത സമയം നമ്മുടെ കുട്ടികൾക്ക് മാറ്റി വെക്കണം. എന്നും ഇപ്പൊ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്ക് നമുക്കൊക്കെ ഉണ്ടാവും, യാഥാർത്ഥ്യമാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വെക്കാനുള്ളതായി. രാത്രി തറാവിന് ശേഷമുള്ള ഭക്ഷണം കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സമയമായി, അത്താഴത്തിന് ഉണ്ടാക്കാനായി. മൊത്തം നമ്മുടെ ഷെഡ്യൂൾ ആ ഒരു ഭക്ഷണവുമായി കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും പോകാറുള്ളത്. നമ്മുടെ വിഭാഗത്തുകൾക്ക് പോലും സമയം ഉണ്ടാവാറില്ല. ആ ശ്രദ്ധ നമുക്ക് എപ്പോഴും കാണിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ അതിൽ തന്നെ കുട്ടികൾക്കുള്ള സമയം എവിടെയാണ് എന്ന് ഇപ്പൊ തന്നെ നിശ്ചയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു പ്രയോറിറ്റൈസ് പല നമ്മൾ ചെയ്യലോ, പല കാര്യങ്ങൾക്കും അതിന്റെ ഒരു മുൻഗണനാ ക്രമം പാലിച്ചുകൊണ്ട് നിശ്ചിത ഒരു സമയം ഞാൻ എന്റെ കുട്ടിയുമായിട്ട് സംസാരിക്കാൻ ഇന്ന് മുതൽ കാണും എന്ന് തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം.
അങ്ങനെ അവൾക്കും അവനും ഇടയിലുള്ള ആ ഒരു സമയം കൂടി കൊടുത്ത് നല്ല ഇടങ്ങൾ കൊടുത്ത് ഒന്ന് ചില സ്പേസ് ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ചില കാര്യങ്ങൾ ചില പറഞ്ഞ് കുട്ടികളോട് ചില കാര്യങ്ങൾ നമുക്ക് ഓപ്പണായി സംസാരിക്കാനും പ്രകടിപ്പിക്കാനും കഴിയണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളൊന്ന് കെട്ടിപ്പിടിക്കാനും പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ചുംബനം നൽകാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകകളുണ്ട്. കുട്ടികളോടുള്ള സ്നേഹം റസൂൽ പ്രകടിപ്പിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് സ്നേഹം പൂർണ്ണമായിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. എത്രത്തോളം? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിൽക്കുകയാണ്, ഖുതുബ പറഞ്ഞു കൊടുക്കുകയാണ്. ഖുതുബ പറയുന്ന ഇടയിലാണ് പിന്നെ ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും പള്ളിയിലേക്ക് ഓടി വരുന്നത്. അപ്പൊ അവരിന്റെ വഴി അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടി വരികയാണ്. ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അവരിങ്ങനെ കയറി വരുന്ന സമയത്ത് റസൂൽ മനസ്സിലായി ചെറിയ കുട്ടികൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ തന്നെ അവർ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് റസൂൽ നേരെ മിമ്പറിൽ നിന്നും ഖുതുബ നിർത്തിയിട്ട് ഓടിപ്പോയിട്ട് ആ കുട്ടികളെ കയ്യിലെടുത്ത് തിരിച്ചവരെ സേഫായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് തിരിച്ച് നേരെ വന്ന് മിമ്പലിൽ ഖുതുബ പറഞ്ഞത്. ആലോചിച്ച് നോക്കുങ്ങള്. അത്രയധികം പ്രാധാന്യം കുട്ടികൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? റസൂൽ സ്വല്ലല്ലാഹു ഒരിക്കൽ പിന്നെ ഇമാമ് നിൽക്കുന്ന സമയത്ത് സുജൂദിലേക്ക് പോയപ്പോ കുട്ടികൾ തലയിൽ കയറി, പെരടിയിൽ കയറി. എന്ത് വിചാരിച്ചിട്ടാ? റസൂൽ സ്വല്ലല്ലാഹു ആന കളിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കണം നിങ്ങള്. റസൂൽ കുട്ടികളുമായിട്ട് കുനിഞ്ഞിരുന്ന് ആന കളിക്കാറുണ്ടായിരുന്നതാണ്. നമ്മളെ കളിക്കാറുണ്ടോ അപ്പൊ? ആ കളിയൊക്കെ മറന്നുപോയില്ലേ? കുട്ടികൾക്ക് വല്ല പിന്നെ ഡിവൈസ് ഒന്നും ഇട്ട് കൊടുത്തിട്ട് അവരോട് കളിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകകളുണ്ട്. ആന കളിച്ചിരുന്ന റസൂലിന്റെ ആ മാതൃക ആലോചിച്ച കുട്ടികൾ എന്ത് ചെയ്തു? സുജൂദിലേക്ക് പോയപ്പോ എല്ലാവർക്കും ഇമാമ് നിൽക്കുകയാണ് റസൂല്. ആ സമയത്താണ് കുട്ടികൾ പോയിട്ട് സുജൂദിലേക്ക് പോയപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന കളിക്കാന്ന് വിചാരിച്ച് നേരെ പോയിട്ട് റസൂലിന്റെ പെരടിയിൽ കയറിയിരുന്നത്. റസൂൽ എന്താ ചെയ്തത്? കുട്ടികൾ മാറ്റി തട്ടി മാറ്റിയോ? ഇല്ല. അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചു. കുട്ടികളാണ്. അവർക്ക് ഇതൊന്നും അറിയില്ല. നിസ്കരിക്കുകയാണെന്നോ ഇവിടെ സമയം ഉണ്ടെന്നോ ഒന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അവിടെ ഇരുന്നു. സമയം ദീർഘിച്ചു പോയപ്പോഴാണ് സാഹിബന്മാർക്ക് സംഗതി മനസ്സിലായത് അല്ലെ. ശേഷം കുട്ടികൾ ഇറങ്ങി പോയപ്പോഴാണ് റസൂൽ എഴുന്നേറ്റ് ബാക്കി കർമ്മങ്ങളിലേക്ക് പോയത്. ഇവർ അത്രത്തോളം കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്ത റസൂൽ. എന്നാൽ ഇതേ റസൂൽ എന്ത് ചെയ്തു? നമസ്കാരത്തിൽ കൈ കെട്ടിയപ്പോ ബാക്കിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ കേട്ടു. അപ്പോ ആ നമസ്കാരത്തിലെ പിന്നെ പാരായണം നീട്ടുകയാണോ ചെയ്തത്? അല്ല. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ആ ഉമ്മ പ്രയാസപ്പെടുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാരായണത്തിന് ദൈർഘ്യം കുറയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ പറയാം, ഇങ്ങനെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പെരുമാറാൻ പ്രവാചകന് ഒരുപാട് മാതൃകകളുണ്ട്. നമ്മളും ആ മാതൃകകളൊക്കെ പിന്നെ പൂർണ്ണമായിട്ടും പിന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരിക്കലും ഒരു സ്വഹാബി എന്ന് പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്റെ 10 മക്കളിലെ പേരക്കുട്ടികളിലെ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് റസൂലിനോട് പറയുന്നുണ്ട്. എനിക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, മൻ ലാ യർഹമു ലാ യുർഹം. ആരാണോ കരുണ കാണിക്കാത്തത് അവനോട് കരുണ കാണിക്കപ്പെടുകയുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികളോട് മറ്റൊക്കെ കരുണ കാണിക്കണം, നമ്മൾ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മളോടും അള്ളാഹു കരുണ കാണിക്കില്ല എന്നുള്ളതാണ്. ഞാൻ പറയാം, ഇങ്ങനെയുള്ള പല ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. കുട്ടികളെ ആലോചിച്ച് അവരുടെ ഭാവി ആലോചിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് പോയിന്റിൽ മാത്രം പറഞ്ഞു പോവാം. പലപ്പോഴും പറയാറുണ്ട്, ലിസൺ ദം ബിഫോർ അഡ്വൈസിങ്. ഉപദേശിക്കുന്നതിന് മുമ്പ് അവരെ നന്നായി കേൾക്കണം എന്ന്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തി, അവന് പിന്നെ നമ്മളൊരു പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവനോട് നമ്മൾ ആ പ്രശ്നത്തിന് ഓടിപ്പോയി ചീത്ത പറയാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് മുമ്പ് അവന് പറയാനുള്ള മുഴുവൻ കേൾക്കണം. എടാ, അങ്ങനെ ഒരു പ്രശ്നം അതിനെ പറ്റി കേട്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചറിയാം. ആലോചിക്കൂ, ഒരു ജഡ്ജി പിന്നെ കുറ്റവാളിയായ ഒരാൾ ഒരു കൊലപാതകയാണെന്ന് ചോദിച്ചോ നിങ്ങൾ, ആ കൊലപാതകയെ തൂക്കുകയറിലേറ്റതിന് മുമ്പ് അവനോട് ചോദിക്കും അല്ലെ, അവസാനം എന്തിനു പറയാണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഞാൻ പറയും, നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ ഒരു അവസരം പോലും കൊടുക്കാറില്ല. അവസാനമായിട്ട് എന്തിനും പറയാണ്ടോ എന്ന് പോലും ചോദിക്കാറില്ല. മറിച്ച് പോയി അങ്ങോട്ട് ഫയർ ചെയ്യായിരിക്കും ചെയ്യുക. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് എന്താണ് പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കണം. കേട്ടതിന് ശേഷം മാത്രം അതിന്റെ ഓരോ വശങ്ങളും ആലോചിച്ചുകൊണ്ട് ശേഷം മാത്രം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. നിരന്തരം ഉപദേശിക്കുന്ന, ഉപദേശം മാത്രം ഉള്ളടക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഫീലിങ്ങിനെയും ഇമോഷനെയും നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം. നേരത്തെ പറഞ്ഞല്ലോ, തലമുറ മാറി മാറി വരികയാണ്. അപ്പോൾ ഓരോ തലമുറയിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ തലമുറയുടെ ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിലെ അമിതമായ ഉപയോഗം. ആ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാഴ്ചകളൊക്കെ സ്വന്തം ജീവിതമാണെന്ന് ആലോചിച്ച്, ഇപ്പോ കഴിഞ്ഞ ദിവസമല്ലേ താനൂരുള്ള 2 കുട്ടികൾ മുംബൈയിലേക്ക് യാത്ര പോയത് അല്ലേ? നമ്മൾ കണ്ടുവരുന്ന വാർത്തകളൊക്കെ. കുട്ടികൾക്ക് ഇവിടെ നിന്ന് കണ്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിന് വല്ലാതെ വരുന്നുണ്ട്. ഈ അവർ കാണുന്ന സോഷ്യൽ മീഡിയയിലെ റീലുകൾ, ഇപ്പോ കുറച്ച് കുട്ടികൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്, കൊറിയൻ ബാൻഡുകളെ പിന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ. നിങ്ങൾക്ക് അറിയണ്ടാവും കൊറിയൻ ബാൻഡുകൾ. അത് കൊറിയയിലുള്ള സൗത്ത് കൊറിയയിലൊക്കെ ഉള്ള കുറച്ച് പിന്നെ മ്യൂസീഷ്യൻസ് ഉണ്ട്, പാട്ടുകാരുണ്ട്. അവരെ കണ്ടുകൊണ്ട് പിന്നെ BTS എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ആളുകളുണ്ട്. ആ ടീം ഓഫ് ആളുകൾ കണ്ട് അവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവരുടെ ഫാൻസ് ആയിക്കൊണ്ട് അവരെ കാണാൻ വേണ്ടി കൊറിയയിലേക്ക് യാത്ര പോയ കേരളത്തിലെ കുട്ടികളുണ്ട്. ആലോചിച്ച് നോക്കുങ്ങള്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയ കാണുന്നതാണ് അവരുടെ ലോകം എന്നാണ് അവർ ചിന്തിക്കുന്നത് അല്ലെ. അവർ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലെ റീലുകളും ഒക്കെ ആ രൂപത്തിലാണ് ചിന്തിക്കുന്നത് അല്ലെ. അപ്പോൾ അവരെന്താണോ അവരെ കാണുന്ന ലോകത്തെ അതുകൂടി കണ്ടിട്ട് വേണം നമ്മൾ അവരുടെ ഫീലിങ്ങിനെയും ഇമോഷനെയും അവരുടെ ചിന്താഗതികളെയും കണ്ടിട്ട് വേണം നമ്മൾ പലപ്പോഴും അവരോട് ചില കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് ചെറുപ്പം കൊടുക്കണം. ഹറാമുകൾ എന്താണ്, ഹലാലുകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചില മൈൽ സ്റ്റോൺ നമ്മൾ കീപ്പ് ചെയ്യാം. ഞാനത് പറയുന്നത് വളരെ ബോധപൂർവമാണ്. ചില സമയം നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് തന്നെ, ഇപ്പോൾ കുട്ടികൾ ഒരു 6ാം ക്ലാസ് ആയെന്ന് വിചാരിക്കുക, UP പ്രായം 7ാം ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം.
8ലേക്ക് പോവാണ്. ആ സമയത്ത് കുട്ടികൾ ചില ഉപദേശങ്ങൾ നമ്മൾ വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേറെ ചില ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആ ഉപദേശമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. മോനെ, നിന്റെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറെ പെൺകുട്ടികൾ ഉണ്ടാവും അവിടെ. ക്ലാസ്സിൽ കുറെ പെൺകുട്ടികൾ ഉണ്ടാവും. അവരോടൊക്കെ എങ്ങനെ ബന്ധം സ്ഥാപിക്കേണ്ടത്? എല്ലാവരോടും എങ്ങനെ ബന്ധപ്പെടേണ്ടത്? ഭയങ്കരമായി ചിരിയും കളിയും തമാശ കേട്ട് അങ്ങനെയല്ല പോകേണ്ടത്. മറിച്ച് അവരൊക്കെ നിനക്ക് അന്യ സ്ത്രീകളാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴാണ്? ചെറിയ പ്രായത്തിലുള്ളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കുട്ടി ഒന്ന് വളർന്നു വന്ന് ഇതൊക്കെ പറയാൻ ബോധമുള്ളവരാകുമ്പോൾ അവൻ ഈ ഉപദേശം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവിടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടതൊക്കെ. അതിനുള്ള ബോധം നീ കാണിക്കണം എന്ന് മാത്രം പറയാം. അതിന് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രശ്നം പരിഹാരം അങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറം അവന് ചില ബോധ്യങ്ങൾ ചില പ്രായത്തിൽ കൊടുക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ പെൺകുട്ടികൾക്ക് പിന്നെ പീരീഡ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാറില്ലേ? ഒന്നാമത് ആർത്തവം ഉണ്ടാവുന്നതിന്റെ അനുഭവങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാറില്ലേ? മോളെ, നീ പേടിക്കൊന്നും വേണ്ടത് എല്ലാ മാസവും ഉണ്ടാവുന്നതാണ്. നിനക്ക് ജീവിതാവസാനം കുറെ കാലം ഒരു 10-45 വയസ്സ് വരെ ഈ രൂപത്തിൽ പീരീഡ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? അതെന്തുകൊണ്ടാണ്? ആ പ്രായത്തിൽ ആ കുട്ടി ഈ സംഗതി അറിയണം എന്ന് ബോധം നമുക്കുണ്ട്. ഉമ്മമാരെന്നൊക്കെ ബോധമുണ്ട് അല്ലേ? പക്ഷെ ആ കുട്ടിനെ അറിയിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രായത്തിൽ ഈ സംഗതി നമ്മൾ അറിയിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് പോലും, ഒരു +2 അതിന് ഒരു കോളേജിലേക്ക് എത്തിയിട്ട് പോലും ഏറ്റവും ബേസിക് ആയിട്ട് ഒരു അന്യ ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ കൂടി കുറ്റക്കാരാണ്. അപ്പോ പീരീഡ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ഉമ്മ തീർച്ചയായിട്ടും ഒരു അന്യ ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്നും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ പ്രായം എപ്പോഴാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട് വേണം അവരോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നീറ്റ് എഴുതി ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചൊരു ഉമ്മ തന്റെ കുട്ടി എന്തായാലും ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുകയാണ്, അതിന് വീട്ടിലെ പണി ഇപ്പൊ തന്നെ തുടങ്ങുകയാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കുട്ടികളിലൂടെ അല്ല നടത്തേണ്ടത്. അവരുടെ സ്വപ്നങ്ങളാണ് അവർ നമ്മളോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരുമായി മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് അതാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ? അതുകൊണ്ട് പ്രായമായ ആളുകളെ എങ്ങനെ പരിഗണിക്കണം എന്നൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മുടെ പ്രായമായ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യുക? എങ്ങനെ കെയർ ചെയ്യുക? എത്ര സ്നേഹത്തോടെ ഇരിക്കും ചെയ്യാലേ? അവനെ എഴുന്നേൽപ്പിക്കുന്നു, പിന്നെ കട്ടിൽ കിടക്കുകയാണെങ്കിൽ എഴുന്നേൽപ്പിക്കുന്നു, ഓരോ കാര്യങ്ങൾ നോക്കുന്നു, ഭക്ഷണം നോക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു ഉമ്മയെ കണ്ടു വളരുമ്പോൾ ആ കുട്ടി ഒന്ന് ചിന്തിക്കുക, നമ്മളും അങ്ങനെ ആവണം. ടൂറിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ പറയാം, മോനെ ഇന്ന് വലിയമാനെ ഇജ്ജ് നോക്കണം കേട്ടോ എന്ന് പറയാം. ഒരു പണി കൊടുക്കുക. അത് മാതൃകാപരമായിട്ട് ആ കുട്ടി ചെയ്ത് കാണിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും അയൽവാസികളുമായിട്ട് ബന്ധം, അല്ല നമുക്ക് ഒരു അകന്ന കുടുംബമായിട്ടുള്ള ബന്ധം. പിന്നെ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രയാസമുണ്ട്. അത് കഴിഞ്ഞാലൊക്കെ ഒരു വെക്കേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നന്നായി വിസിറ്റ് ചെയ്യാം. ഒരു അകന്ന ബന്ധുവിനെ നമ്മൾ വിസിറ്റ് ചെയ്യാനുള്ള ശ്രദ്ധ കാണിക്കുക. ഇങ്ങനെ സമഗ്രമായിട്ട് എന്ത് ചെയ്യണം? ആ കുട്ടികളെ ചില ബന്ധങ്ങളുടെ പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓരോ സമയത്തും പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ചിന്താഗതി വരുന്ന മാറ്റങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ആൺകുട്ടികളാവുമ്പോൾ അവർക്ക് ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ അവരുടെ ഒരു ലൈംഗികമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായി വരും. ആ സമയത്താണ് നേരത്തെ പറഞ്ഞ ലിബറൽ ചിന്താഗതികൾ ഉണ്ടല്ലോ. ആ ലിബറൽ ചിന്താഗതികളുടെ ഒരു കാരണം എന്താ വെച്ചാൽ അവരുടെ ഹോർമോണൽ മാറ്റങ്ങളാണ്. ശരീരത്തിലുള്ള ഹോർമോണുകളുള്ള വേരിയേഷൻസ് വരുമ്പോഴാണ് അവർക്ക് ഈ ഇപ്പൊ ലൈംഗികമായ വികാരങ്ങൾ വരുന്ന പ്രായമാണ് 12-13 വയസ്സ് അല്ലെ? ലൈംഗിക വിചാരങ്ങളും വരിക. അപ്പൊ ആ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഹറാം എന്താണ്, ഹലാൽ എന്താണ് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെ കുട്ടിയുടെ മനസ്സുകൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പലതും അവരെ പഠിപ്പിച്ചു കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നന്നായിട്ട് അവരെ പിന്നെ തർബിയത്ത് കൊടുത്ത്, തസ്കിയത്ത് കൊടുത്ത്, ഹറാം ഹലാൽ എന്താ നേരത്തെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്ത്, ആവശ്യമായ സമയങ്ങളൊക്കെ കുട്ടികൾ ഒന്നിച്ച് വീട്ടിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, പലപ്പോൾ പല രക്ഷിതാക്കൾ ചിന്തിച്ചാല് ഞാൻ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. മദ്രസ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം, സംശയമൊന്നുമില്ല. അതിനൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട തെർബീയത്തും തസ്കീയത്തും ഒക്കെ കൊടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി വെക്കേഷൻ വരാൻ പോകുന്നത് അവധിക്കാലാണ്. കുട്ടികൾ ഫുൾ ഫ്രീ ആയിരിക്കും. അവധിക്കാലത്ത് എന്താ ചെയ്യേണ്ടത്? അവരുടെ കെട്ടഴിച്ച് വിടുകയാണോ വേണ്ടത്? അല്ല. ഈ റമദാൻ നമുക്ക് ഭയങ്കരമായ ഒരു അനുഗ്രഹമാണ് ഈ സമയത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകള്. ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ നമസ്കാരവും ഇബാദത്തുകളും ജമാഅത്തും ഒക്കെ നമ്മൾ പോകുന്ന ഒരു ചിട്ടുണ്ട്. ഈ ചിട്ട ഈ റമദാന് ശേഷം വരുന്ന 2 മാസത്തെ അവധിക്കാലത്തും പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ ആക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലെ? റമദാൻ മാർച്ച് മാസം മുഴുവൻ റമദാനാണ്. ഈ റമദാനിലെ നമ്മൾ എന്നും രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് ജമാഅത്ത് തുടങ്ങുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ, കുട്ടികളുമായിട്ട് പള്ളിയിൽ പോകുന്ന, തറാവീഹ് നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഖുർആൻ ഓതുന്ന, നന്മകൾ ചെയ്യുന്ന ആ ഒരു ശീലം, അത് ഏപ്രിലും മെയ്യിലും കൂടി അത് പ്രാവർത്തികമാക്കാൻ കഴിയണം. ഈ ഒരു മാസത്തെ സാധനം നമ്മൾ അടുത്ത 2 മാസം കൂടി ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുന്നു എന്ന ബോധ്യമായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അതിനനുസരിച്ചുള്ള പ്ലാനിങ് കൂടി നമ്മൾ ഇപ്പോൾ തന്നെ നടത്താനുള്ള ശ്രദ്ധ വേണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു അവധി ദിവസമാണെങ്കിൽ എന്ത് ചെയ്യണം? അന്ന് ഖുർആന്റെ ദിവസമായിരിക്കണം. ഖുർആനിലെ ചെറിയ സുഹൃത്തുക്കൾ വീട്ടിലെല്ലാവരും ചേർന്ന് എന്ത് ചെയ്യും? പഠിക്കും. ആ പഠിച്ച് അങ്ങോട്ട് കൂടും. അത് പിന്നെ ഓർമ്മിപ്പിക്കും. ഒരാൾ ഓതാൻ മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ പറ്റും. പല കുട്ടികൾക്ക് ഇന്നും മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന അറിയില്ല.
നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുട്ടികൾക്ക് അറിയാത്ത മക്കൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇത്തരം അവധി ദിവസങ്ങളൊക്കെ ഈ എക്സാം സീസണോട് കഴിഞ്ഞ ഉടനെ നമുക്ക് അതിനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാക്കാം. മൊത്തത്തിൽ ഒരു ചിട്ടയുണ്ടാക്കി അവരുടെ മൊബൈലിനെയും സോഷ്യൽ മീഡിയയും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രൂപം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നന്നായി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഓരോ സമയത്തും നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് അറിയണ്ടാവും അല്ലെ? റബ്ബി റഹം ഹുമാ കമ റബ്ബയാനി സ്വഗീറ എന്നുള്ള പ്രാർത്ഥന. എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അവർ നോക്കിയത് അതുപോലെ തന്നെ റബ്ബേ നീ അവർക്ക് കാരുണ്യം കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടാവും. എന്നാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കാറുണ്ട്? റബ്ബേ എന്റെ മക്കൾ എനിക്ക് കൺകുളിർമ നൽകണേ എന്നുള്ള പ്രാർത്ഥന സലഫുകൾ ഒരുപാട്, പിന്നെ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പും കുട്ടി ജനിച്ചതിന് ശേഷവും ഒക്കെ തുടർച്ചയായിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ അത്രയും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിബിഡമായിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും നാം സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളെ പറ്റി പറയുന്നില്ലേ, 3 കാര്യങ്ങളെ പറ്റി പറയുന്നല്ലോ. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നമുക്കൊരു മകനുണ്ടെങ്കിൽ മകളുണ്ടെങ്കിൽ സ്വാലിഹുൻ, അവൻ സദ്വൃത്തനായ മകനാണ്. യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നാളെ മുറിഞ്ഞു പോകാത്ത അമലായിട്ട് നിൽക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ ആ രൂപത്തിൽ കുറ്റപ്പെടുത്താതെ കളങ്കപ്പെടുത്താതെ കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മക്കളോടും ഈ ലിബറൽ ചിന്തകളൊക്കെ ഉണ്ടായി വരുന്ന അവരുടെ മുടിയും ചീലും കോലവും താടിയും പിന്നെ അവരുടെ സംസാരവും പെരുമാറ്റവും അതിലെ പുതിയ ഭാഷകളും തെറിവിളികളും തല്ലുമാലകളും ലൈംഗികമായ ചുവയുള്ള സംസാരങ്ങളും ലഹരി അടക്കമുള്ള തിന്മകളും പല തോന്നിയവാസങ്ങളും ഇങ്ങനെ അതിക്രമിച്ചു വരും. അതിങ്ങനെ വിപുലീകരിച്ച് വർദ്ധിച്ച് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്ന ഉമ്മ, നമ്മൾ എന്ന ഉപ്പ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ നിലയ്ക്കുമുള്ള സമഗ്രതല സ്പർശിയായ മാതൃകകളായിട്ട് മാറണം. ഈ പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള പിന്നെ ഈ പാരന്റിങ്ങിന്റെ ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനോഭാവത്തിൽ തന്നെ മാറ്റേണ്ടതുണ്ട്. പ്രായോഗികമായി കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് പെരുമാറേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പെരുമാറുന്ന ഒരു ഉമ്മയാണെങ്കിൽ ഒരു ഉപ്പയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മളോട് ബഹുമാനവും സ്നേഹവും തന്നെ ഉണ്ടാവുള്ളൂ. അവൻ ഒന്നും പറഞ്ഞ് അനുസരിക്കുന്നില്ല എന്ന ചിന്ത മൊത്തത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ കുട്ടികൾ നോക്കിക്കാണാനും, ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഇമാമ് നിൽക്കുന്ന മകൻ, നമുക്ക് ലക്ഷ്യം വേണ്ടത് അതാണ്. നമുക്ക് മുമ്പിൽ നമ്മുടെ മകൻ ഇമാമ് നിന്ന് നമ്മൾ അതിന് ബാക്കിൽ മഴമുമായി നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും നമുക്ക് പിന്നിൽ ഇമാമ് നിൽക്കാൻ നമ്മുടെ മക്കളുണ്ടാവും. നമ്മുടെ മകൻ അവിടെ ഉണ്ടാവും. നമ്മൾ മരണപ്പെട്ട് നമ്മുടെ ഒരു ജനാസനെ വെക്കുമ്പോൾ ആ ജനാസയിൽ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ നമ്മുടെ മകൻ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ കുട്ടിയെ ഒരു ദീൻ ഇമാമത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു മുൻനിരയിൽ നിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തെ ഒന്നുകൂടി ക്രമീകരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പിന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്ന് ഡൗട്ടായി ചോദിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം. അതിൽ സെൽഫ് ലവ് എന്താണെന്ന് ചോദിച്ചിരുന്നു. സെൽഫ് ലവിനെ പറ്റി എന്താണ് ചോദിക്കുന്നത് ഉദ്ദേശിച്ചത് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. പിന്നെ നമ്മൾ പിന്നെ സ്വന്തത്തോടുള്ള ഒരു സ്നേഹം എന്നുള്ളത് നമുക്ക് എപ്പോഴും ഉണ്ടാവണമല്ലോ. പക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ടത്, ഇത് ഞാൻ മനസ്സിലാക്കണം വെച്ചാൽ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന് ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷമായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മളോടും ഒക്കെ ഉള്ള ബന്ധം നമുക്ക് പോകേണ്ടത്. അപ്പോൾ സ്നേഹം എന്നതിന് ഏറ്റവും അധികമുള്ള പ്രധാനപ്പെട്ട ഉത്തരം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുന്നു എന്നുള്ളതായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു നല്ല കാര്യം, മാതാപിതാക്കളെ അനുസരിക്കണം നമുക്കറിയാം. എന്തുകൊണ്ട് അനുസരിക്കണം? അള്ളാഹു പറഞ്ഞുകൊണ്ട് അനുസരിക്കണം. അല്ലാതെ അതിലൊരു ഭൗതികമായ എന്തെങ്കിലും കണ്ടിട്ടാണോ? അല്ല. ഇപ്പോ മദ്യപാനം ഉപേക്ഷിക്കണം, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് മദ്യപാനം ഉപേക്ഷിക്കണം? അള്ളാഹു പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കണം, റസൂൽ പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കണം അല്ലെ? അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യം, ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് അള്ളാഹുവിലേക്ക് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരേണ്ടതുള്ളൂ. വേറെ ആ ചോദ്യമാണ് ചോദിച്ചിരുന്നത്, സ്ത്രീകൾക്ക് രാഷ്ട്രീയം പിന്നെ പറ്റുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് ഇടപെടാൻ പറ്റുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ രാഷ്ട്രീയത്തിൽ നമ്മൾ പിന്നെ ചില ദിഷണാപരമായ നീക്കങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഞാൻ ഈ പറയുന്ന ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളതല്ല. അത് നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്ത് പിന്നെ LDF ആണോ UDF ആണോ അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാം. ഏറ്റവും ഹൈർ എന്താന്ന് നോക്കി നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം. അതിലൊന്നും പ്രശ്നമല്ല. മറിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ദീർഘവീക്ഷണമുള്ള ദിഷണാപരമായി ആലോചിച്ചുകൊണ്ടുള്ള ഇടപെടലായിരിക്കണം നമുക്ക് നടത്തേണ്ടത്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് എല്ലാ നിലയ്ക്കും, അത് പബ്ലിക്കിലായാലും പ്രൈവറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഇടപെടാൻ കഴിയേണ്ടത്. അതല്ലാത്ത അതിൽ വീഴ്ച വരുന്ന എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രദ്ധ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഇവിടെ രാഷ്ട്രീയത്തിൽ ശോഭിച്ച് പിന്നെ അവിടെ വലിയ പിന്നെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രയോറിറ്റിയും സ്ഥാനമാനങ്ങളും അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം.
നാളെ അള്ളാഹുവിന്റെ അടുക്കലുള്ള വലിയ നേട്ടങ്ങളാണ് നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത്. അപ്പൊ അതിന് കോട്ടം വരുന്ന രൂപത്തിലുള്ള ഒന്നിലും നമ്മൾ ഇടപെടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ വന്നത് ലിബറലിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ലിബറലിസവുമായി ബന്ധപ്പെട്ട് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ലിബറലിസത്തെ പറ്റി നമ്മൾ ഒരുപാട് ഗവേഷണം ചെയ്യുന്നതിനപ്പുറം, അതിന്റെ പിന്നെ താത്വികമായ പല തലങ്ങളും നമ്മൾ പഠിച്ച് അങ്ങനെ പോകുന്നതിനപ്പുറം, ഈ ചിന്താഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആളുകളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള, നമ്മളെല്ലാം സൃഷ്ടിച്ച ഈ ലോകവും ഇതിനപ്പുറവും ഒക്കെ സൃഷ്ടിച്ച ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ വരുന്ന മറ്റെല്ലാ ആശയധാരകളും മറ്റെല്ലാ ഇസങ്ങളും, LGBT ജെൻഡർ പൊളിറ്റിക്സ് പലതും പുതിയത് വന്നതാണ് ഇപ്പോൾ, അല്ലെ? ഇങ്ങനെ എന്ത് തന്നെ അടുത്തൊരു കാലത്ത് വന്നാലും നമുക്കതൊരു പ്രശ്നമേ ആവില്ല. കാരണം എന്താ? ഇതെല്ലാം ഉണ്ടാക്കിയ, ഇതിനും അപ്പുറമുള്ള, നമ്മുടെയൊക്കെ ചിന്തകളുടെ പരിമിതികൾക്കും എല്ലാം അപ്പുറമുള്ള അള്ളാഹുവിന്റെ അടിമകളാണ് ഞങ്ങൾ. അള്ളാഹു പറഞ്ഞെന്തുണ്ടോ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. അള്ളാഹു ഇന്ന കാര്യം വെടിയാൻ പറഞ്ഞു, അതെന്തെങ്കിലും ഹൈറുണ്ടാവും, അതെന്താ പിന്നെ അങ്ങനെ എന്നൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്താ പാടില്ല? സ്ത്രീകൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊന്നും തടസ്സമില്ല. പക്ഷെ ഇത് മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീര സൗന്ദര്യം വെളിവാകുന്ന രൂപത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഹറാമാണ്, പാടില്ലാത്തതാണ്. ഇത് എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ രാഷ്ട്രീയമായാലും മറ്റെന്ത് വിഷയമാണെങ്കിലും ഒക്കെ നമുക്ക് ഹറാമായത് എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ ആ ഹറാമിന്റെ ഒരു ഗൗരവം നമ്മൾ തിരിച്ചറിയണം, അല്ലെ? നാളെ പരലോകത്ത് നമുക്ക് നാളെ നഷ്ടം വരുന്ന ഒന്നാണോ അതിലേക്ക് ഞാനില്ല. അതെനിക്ക് എത്ര നല്ലതായിട്ട് ഇവിടെ തോന്നാമെങ്കിലും നമുക്കറിയാലോ, ശൈത്താൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ സയ്യന ലഹും അഅ്മാലഹും, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നമുക്ക് പൊതിഞ്ഞു കൊണ്ടുവന്ന് വരും, ഷുഗർ കോട്ട് ചെയ്ത് വരും ശൈത്താൻ. അതിപ്പോ നിനക്ക് അങ്ങ് ചെയ്താ, പുതിയ കാലല്ലേ, മോഡേൺ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അടുക്കളയ്ക്ക് ഇങ്ങനെ ശൈത്താൻ പലതും പ്രേരിപ്പിച്ചു കൊണ്ടുവരും. നമ്മൾ ചിന്തിക്കേണ്ട എന്താ? അത് ശൈത്താന്റെ ദുർപ്രേരണ മാത്രമാണ്. ആ പ്രേരണയ്ക്ക് അനുസരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ നരകമായിരിക്കും എനിക്ക് ലഭിക്കുക. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് ചൂടോ വെയിലൊന്നും എനിക്ക് പ്രശ്നമല്ല. നാളെ മറിച്ച് നരകമാകുന്ന ശിക്ഷ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ഞാൻ ഉൾപ്പെടും എന്ന ചിന്തയോടുകൂടി എവിടെയാണോ ഹറാം, എവിടെയാണോ ഹലാൽ, ഇപ്പൊ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം നേരത്തെ പറഞ്ഞല്ലോ, ലാലക്കും തത്തക്കൂൻ, തക്കവയുള്ളവരാവുക എന്നുള്ളതാണ്. അപ്പൊ തക്കവ എന്നുള്ളതിന് ഹറാമും ഹലാലും തമ്മിലുള്ള വേർതിരിവിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയിൽ വലിയൊരു ലാലക്കും പിന്നെ നമ്മൾ നേടിയെടുക്കേണ്ടത് ബൈന ഹാരിമില്ലാഹ ഹാജിസ എന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്കും ഹറാമായ കാര്യങ്ങളും ഇടയിൽ നമ്മളൊരു വലിയ മറ സ്വീകരിക്കാനുള്ള രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഏത് വിഷയവും ഇങ്ങനെ തട്ടിച്ചു വെക്കാൻ മതി. നമുക്ക് മോശമായ കാര്യം അള്ളാഹു നമുക്ക് ഹറാമായി പറഞ്ഞിട്ടുണ്ടോ അതിലേക്ക് ഒരിക്കലും ഞാൻ അടുക്കുകയില്ല. അത് എന്ത് തന്നെ ഭൗതികമായ നേട്ടങ്ങളിലേക്ക് ഉണ്ടാക്കുമെങ്കിലും ഹറാമായതിലേക്ക് ഞാൻ ഇല്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ മറ്റെല്ലാത്തിനും പരിഹാരമായി. അങ്ങനെ ഈ ഒരു നോമ്പിനെയൊക്കെ നമുക്ക് റമദാനിലെ എല്ലാ ദിവസങ്ങളെയും ഇബാദത്തുകൾ നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ മക്കളെ നമ്മളോട് ചേർത്ത് നിർത്തുവാനും അവരെ നാളെ നമുക്ക് വലിയ ഉപകാരമുള്ള, നമുക്കും നമ്മുടെ പരലോകത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മൾ നാളെ 6 അടി മണ്ണിൽ ഖബറിലേക്ക് പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാവുന്ന ആ ലോകത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ മരണശേഷവും നമുക്ക് വേണ്ടി നിരന്തരം പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മക്കളായി സ്വാലിഹായ സന്തതികളാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിബറൽ ചിന്തകൾ അത് എത്ര തന്നെ വ്യാപ്തിയിൽ മുന്നോട്ട് പോയാലും അവിടെയൊക്കെ അള്ളാഹു നമുക്ക് ആ ചിന്തകളെല്ലാം അതിന്റെ കട പുഴക്കി എടുത്തു കളയാനുള്ള, നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ ബോധങ്ങൾ പകരാനുള്ള, ഇപ്പോൾ വിസ്ഡം സ്റ്റുഡൻസ് പോലുള്ള പല കൂട്ടായ്മകളുണ്ട്. അതിലൊക്കെ നമ്മുടെ മക്കളെ കൂട്ടിച്ചേർത്തുന്നതോടുകൂടി CRE പോലെ പല ക്ലാസ്സുകളിലും അവരെ നിരന്തരം പങ്കെടുപ്പിക്കുന്നതോടുകൂടി നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെ ഒരു ധാർമ്മിക പരിസരം ഉണ്ടാക്കുന്നതോടുകൂടി അങ്ങനെ നമ്മുടെ മക്കളെ നീതിബോധത്തോടു കൂടി, ധർമ്മബോധത്തോടു കൂടി, നാളെ പരലോക ബോധത്തോടു കൂടി, ചിന്തയോടുകൂടി, മരണത്തെ ഭയന്നുകൊണ്ട് ജീവിക്കാനുള്ള, അള്ളാഹുവിനെ പേടിച്ച് കീഴൊതുങ്ങി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ക്ലാസ് കേട്ട, ഇത്രയും സമയോടെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു അവസരം എനിക്ക് തന്ന ഇതിന്റെ സംഘാടകർക്കും അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.